നിലവറയ്ക്കുള്ളിലെ മണിമുഴക്കം. നാലും കൂട്ടി ഒന്ന് മുറുക്കി. നടപ്പാതയ്ക്കരികിലെ വേലിപ്പത്തലുകൾക്കരികിലേക്ക് നീട്ടി ഒന്ന് തുപ്പി. പിന്നെ ഇടത് കൈകൊണ്ട് ചൂണ്ട് തുളച്ചിട്ട് ഭാണ്ഡം തോളിൽ തൂക്കിക്കൊണ്ട് ആൽവേരിൽ നിന്നും എണീറ്റ് ഭദ്രൻ നമ്പൂതിരി. വഴിയരികിൽ ശാഖകൾ പടർത്തി രാക്ഷസീയ ഭാവം കൈക്കൊണ്ട് നിൽക്കുകയാണ് ആൽമരം. ആൽത്തറയൊന്നുമില്ല. ഉയർന്നു നിൽക്കുന്ന ഒരുപാട് വേരുകളുണ്ട്. അതിൽ ഇരിക്കും ആൾക്കാർ. അടുത്തെങ്ങും ഒരു വീടോ ക്ഷേത്രമോ കാണാനില്ല. എന്നിട്ടും ഈ ആൽമരം ആരോ സംരക്ഷിക്കുന്നത് മാതിരിയുണ്ടെന്ന് ഭദ്രൻ നമ്പൂതിരിക്ക് തോന്നി. വിശദമായി ഇതേക്കുറിച്ച് ഒന്ന് തിരക്കണമെന്നും അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞു. 2 നാഴിക കൂടി കഴിയുമ്പോൾ നേരം ഇരുട്ടും. അതിനു മുമ്പ് ഇല്ലത്തെത്തണം. ആ വിചാരത്തോടെയാണ് നമ്പൂതിരി മുന്നോട്ട് നീങ്ങിയത്. നടപ്പാതയ്ക്ക് ഇരുവശത്തും കാളപ്പുല്ലുകൾ വളർന്നു നിൽക്കുന്നു. മിക്കവാറും അവയുടെ ഓലകളും പൂവുകളും ഉണങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ എവിടെ നിന്നെങ്കിലും ഒരു തീപ്പൊരി പാറി വീണാൽ മതി ഒക്കെയും ഒരു പിടി ഭസ്മമാകുവാൻ. ഭദ്രൻ നമ്പൂതിരിക്ക് ഇത് 60 തികയുകയാണ്. പക്ഷേ ചൊടിക്കും പ്രസരിപ്പിനുമൊന്നും യാതൊരു കുറവും ഉണ്ടായിട്ടില്ല. ഒരു 40കാരൻ്റെ ഭാവം. ഇപ്പോഴും നല്ല ആരോഗ്യം, തിളക്കമുള്ള കണ്ണുകൾ, കൂട്ടുപുരികങ്ങൾ, തലയ്ക്ക് പിന്നിൽ മാത്രം കുറച്ച് തലമുടി. നെറ്റിയിൽ ചന്ദനത്തോടൊപ്പം സിന്ദൂരവും പൂശിയിട്ടുണ്ട്. മുണ്ടും ഉത്തരീയവും വേഷം. തോളിൽ ഒരു ഭാണ്ഡം. അതിൽ ഒരു ചൂരലിൻ്റെ പകുതി ഭാഗം പുറത്തേക്ക് തള്ളി നിൽപ്പുണ്ട്. നടപ്പാതയ്ക്ക് അങ്ങേയറ്റത്തു കൂടി ആരൊക്കെയോ നടന്നു വരുന്നുണ്ടായിരുന്നു. ഭദ്രൻ നമ്പൂതിരി അവരെ കണ്ടില്ല. അതിനു മുമ്പ് തന്നെ അവർ അദ്ദേഹത്തെ കണ്ടു. ഒപ്പം വഴിയിൽ നിന്നും മാറി നിൽക്കുകയും ചെയ്തു. തീണ്ടൽ തൊഴിലിൻ്റെ കാലം കഴിഞ്ഞുവെങ്കിലും ഇന്നും ഭദ്രൻ നമ്പൂതിരിയുടെ മുന്നിലെത്തുവാൻ ആൾക്കാർ ഭയക്കുന്നു. അതാണ് അദ്ദേഹം, ദേശത്തെ പേരെടുത്ത മാന്ത്രികൻ. നാട്ടുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ചുട്ടക്കോഴിയെ പറപ്പിക്കുന്നവൻ. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട എത്രയെത്ര സംഭവങ്ങളാണ് ഭദ്രൻ തിരുമേനിയുടെ മുന്നിൽ സുഖം പ്രാപിച്ചിട്ടുള്ളത്. വളരെ പെട്ടെന്ന് കോപം വരുന്ന സ്വഭാവക്കാരനാണ് നമ്പൂതിരി. അതുപോലെ തന്നെ പ്രായം ഇത്രയൊക്കെ ആയിട്ടും സ്ത്രീ വിഷയങ്ങളിൽ അദ്ദേഹം അതീവ തൽപരനാണെന്ന് ജനസംസാരം. കാളപ്പുലികൾ വളർന്നു നിൽക്കുന്ന ഭാഗം പിന്നിട്ട് നമ്പൂതിരി ഒരു വെളിപ്രദേശത്തെത്തി. ഇല്ലത്തു നിന്നും ഇറങ്ങിയിട്ട് ഇത് 3-ാം നാളാണ്. അടുത്ത ഗ്രാമത്തിൽ ഒരു ബാധയെ ഒഴിപ്പിക്കാൻ പോയതാണ്. ആദ്യ ദിവസം തന്നെ പ്രശ്നങ്ങൾ ഒക്കെ തീർക്കാമായിരുന്നെങ്കിലും ബാധ കൂടിയിരിക്കുന്ന പെൺകുട്ടിയുടെ സൗന്ദര്യം കണ്ടപ്പോൾ തീർപ്പ് നീളുകയായിരുന്നു. അത്രയ്ക്കായിരുന്നു ആ കുട്ടിയുടെ സൗന്ദര്യം. അങ്ങനെ സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയും ഇന്നേ വരെ ഭദ്രൻ തിരുമേനിയുടെ കൈകളിൽ നിന്നും വഴുതി പോയിട്ടുമില്ല. 2-ാം ദിവസം രാത്രിയിൽ ബാധയെ ഒഴിപ്പിച്ച ശേഷം ചില പൂജകൾ കൂടി ബാക്കിയുണ്ടെന്നും അതാരും കണ്ടുകൂടാ എന്നും പറഞ്ഞിട്ട് ഒരു മുറിയിൽ പെൺകുട്ടിയോടൊപ്പം കഴിയുകയായിരുന്നു നമ്പൂതിരി. മുറിക്കകത്ത് പെൺകുട്ടി നമ്പൂതിരിയുടെ കരവിരുതിനു മുന്നിൽ പരൽമീൻ കണക്കെ പിടയുമ്പോൾ പുറത്ത് രക്ഷിതാക്കൾ പൂജ വിജയിക്കുവാൻ വേണ്ടി ഉള്ളുരുകി പ്രാർത്ഥിക്കുകയായിരുന്നു. അതേക്കുറിച്ച് ഓർത്തപ്പോൾ തന്നെ ഭദ്രൻ തിരുമേനിയുടെ ചുണ്ടിൽ ചിരി പിടർന്നു. എത്ര കുടിച്ചാലും തീരാത്ത ലഹരി പാനീയമാണ് അവളെന്ന് വിചാരിക്കുകയും ചെയ്തു. ഇല്ലത്ത് കാറുണ്ടെങ്കിലും നമ്പൂതിരി അതിൽ കയറില്ല. അതിലെന്നല്ല, ഒറ്റ വാഹനത്തിലും അദ്ദേഹം കയറാറില്ല. പിന്നെ കാർ വാങ്ങിയിട്ടിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരലങ്കാരം എന്നായിരിക്കും അദ്ദേഹം പറയുക. നമ്പൂതിരിയുടെ വേളിയും മറ്റും അതിൽ സഞ്ചരിക്കും. വെളിപ്രദേശം പിന്നിട്ട് തിരുമേനി വീണ്ടും ഒരു ഇടവഴിയിലെത്തി. അവിടെ എവിടെയായി വീടുകൾ കണ്ടു തുടങ്ങി. അദ്ദേഹം ധൃതിയിൽ നടന്നു. ഇന്നെങ്കിലും ത്രിസന്ധിക്ക് നിലവറയിൽ പരദേവതകൾക്ക് നിവേദ്യം അർപ്പിക്കണം. 2 നാളുകളായി അത് മുടങ്ങിക്കിടക്കുകയാണ്. സൂര്യൻ പടിഞ്ഞാറ് ചായാൻ ഭാവിക്കുന്നു. പരിസരത്തുള്ള വീടുകളുടെ മുറ്റത്തും ഉമ്മറത്തുമൊക്കെ ഇരുന്നവർ തിരുമേനി പോകുന്നത് കണ്ട് ഭക്തിയോടെ എണീറ്റു നിന്നു. അദ്ദേഹം അത് കണ്ട് ഉള്ളിൽ ചിരിച്ചു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ഗ്രാമത്തിലെ കുറേ ചെറുപ്പക്കാർ വൈകിട്ട് ഒത്തുകൂടുന്ന ഒരു ക്ലബ്ബ് അവിടെയുണ്ട്. തിരുമേനി അതിനരികിൽ എത്തിയതും കാത്തു നിന്നിരുന്ന പോലെ ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി വന്നു. തിരുമേനിയുടെ മുന്നിലേക്ക് തന്നെ നെഞ്ചുവിരിച്ചാണ് വരവ്. ഭദ്രൻ നമ്പൂതിരി നിന്നു. കൂട്ടുപുരികങ്ങളൊന്ന് ചൊളിഞ്ഞു നിവർന്നു. യുവാവിൻ്റെയും അദ്ദേഹത്തിൻ്റെയും ദൃഷ്ടികൾ കൂട്ടിമുട്ടി. ഒരു നിമിഷം കഴിഞ്ഞ് യുവാവ് നാടകീയമായി കൈകൂപ്പി. അവൻ്റെ ഓരോ ഭാവവും അങ്ങനെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു ഭദ്രൻ നമ്പൂതിരി. തിരുമേനിയെ വളരെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒത്തിരി അകലെ നിന്നുകൊണ്ട് അവൻ പറഞ്ഞു. പിന്നീട് ഞാൻ ഈ നാട്ടിൽ നിന്ന് പോയി ഭാരതം മുഴുവൻ ചുറ്റിത്തിരിഞ്ഞു. അവസാനം യുക്തിവാദികളുടെ ഒപ്പമായിരുന്നു. അപ്പോഴും ഒന്നും മിണ്ടിയില്ല ഭദ്രൻ തിരുമേനി. പക്ഷേ ആ കണ്ണുകളിൽ 2 തീപ്പൊട്ടുകൾ പാറി വീണു കഴിഞ്ഞിരുന്നു. കടപ്പല്ലുകൾ ആരും അറിയാത്ത വിധത്തിൽ ഞെരിഞ്ഞമരാൻ തുടങ്ങിയിരുന്നു. ഇതൊന്നും ശ്രദ്ധിക്കാതെയാണ് യുവാവ് തുടർന്നു പറഞ്ഞത്. എൻ്റെ പേര് പറയാൻ മറന്നു തിരുമേനി. ഞാൻ സുന്ദരൻ. പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അടുത്ത തവണത്തെ ഇലക്ഷന് എനിക്കൊന്ന് മത്സരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. മഹാമാന്ത്രികനായ അങ്ങയുടെ സഹായമുണ്ടെങ്കിൽ ആർക്കും വിജയിക്കാൻ കഴിയുമല്ലോ. വാക്കുകളിൽ എളിഞ്ഞിരിക്കുന്ന പരിഹാസം ഭദ്രൻ നമ്പൂതിരിക്ക് വ്യക്തമായി. അദ്ദേഹം ഉള്ളിലൊന്ന് ചിരിക്കുകയും ചെയ്തു. ക്ലബ്ബിൽ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരത്രയും മിടിക്കുന്ന ഹൃദയത്തോടെ നോക്കി നിൽക്കുകയാണ്. ഭദ്രൻ തിരുമേനിയോട് സുന്ദരൻ സംസാരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരൊക്കെ എതിർത്തതാണ്. എന്നാൽ യുക്തിവാദികളുടെ ദൃഷ്ടിയിൽ ദൈവവും ചെകുത്താനും മന്ത്രവാദിയുമൊന്നുമില്ലെന്നും ഈ തിരുമേനി വെറും കൺകെട്ടുകാരനാണെന്നായിരുന്നു അവൻ്റെ അഭിപ്രായം.
അങ്ങനെ സുന്ദരൻ ഭദ്രൻ തിരുമേനിയുടെ മുന്നിലേക്ക് നീങ്ങിയപ്പോൾ തന്നെ അവരെയൊക്കെ ഒരു ആപത്ശങ്ക വലയം ചെയ്തിരിക്കുകയായിരുന്നു. തൻ്റെ സുഹൃത്തുക്കളെ തിരിഞ്ഞ് ഒന്ന് നോക്കിയ ശേഷമാണ് സുന്ദരൻ പിന്നെയും ഭദ്രൻ നമ്പൂതിരിയോട് സംസാരിച്ചത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്നെ വൻ ഭൂരിപക്ഷത്തോടെ തിരുമേനി വിജയിപ്പിക്കണം. അങ്ങനെ വന്നാൽ അങ്ങ് ചോദിക്കുന്നത് എന്തും ഞാൻ തരും. ഇതിനിടെ ഭദ്രൻ നമ്പൂതിരി തൻ്റെ കാൽ കൊണ്ട് ആരും ശ്രദ്ധിക്കാത്ത വിധത്തിൽ തറയിൽ ചില രൂപങ്ങൾ വരച്ചതോ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചില മന്ത്രങ്ങൾ ഉരുവിട്ടതോ സുന്ദരൻ അറിഞ്ഞില്ല. തിരുമേനി എന്താ ഒന്നും പറയാത്തത്? അങ്ങേക്ക് ഇത് പറ്റില്ലാന്നുണ്ടോ? ഇത്തിരി കൂടി ഉച്ചത്തിലാണ് സുന്ദരൻ തിരക്കിയത്, എല്ലാവരും കേൾക്കട്ടെ എന്ന ഭാവത്തിൽ. അതിന് നമ്പൂതിരിയിൽ നിന്നും മറുപടി ഉണ്ടായി. എന്നെ കൊണ്ട് അതിന് കഴിയുമല്ലോ സുന്ദര, പക്ഷേ ഒന്നുണ്ട്, അതുവരെ നീ ജീവിച്ചിരിക്കണം. സുന്ദരൻ അറിയാതൊന്ന് ഞെട്ടി. തലച്ചോറിനുള്ളിൽ 1000 ഐസ് കൊണ്ടുണ്ടാക്കിയ സൂചികൾ തുളഞ്ഞു കയറുന്നത് പോലെ. താൻ അതിനു മുമ്പ് മരിക്കുമെന്നല്ലേ തിരുമേനി പറഞ്ഞതിൻ്റെ അർത്ഥം? മാത്രവുമല്ല, ഈ നിൽക്കുന്നിടത്തു നിന്നും ഇനിയൊരിക്കലും ഒരടി പോലും അനങ്ങാനാവാത്ത നിനക്കെങ്ങനെ ഇലക്ഷനിൽ മത്സരിക്കാൻ കഴിയും സുന്ദര? നമ്പൂതിരി വീണ്ടും പറഞ്ഞു. രണ്ടാമത്തെ നടുക്കം. സുന്ദരൻ കാലുകൾ പിൻവലിക്കാൻ നോക്കി. കഴിഞ്ഞില്ല. തറയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണത്. ഇനി കാലുകൾ ഇളക്കണമെങ്കിൽ ഭൂമി അപ്പാടെ മുകളിലേക്ക് വലിച്ചുയർത്തേണ്ടി വരും. സുന്ദരൻ ദയനീയമായി ഭദ്രൻ നമ്പൂതിരിയെ നോക്കി. തിരുമേനി. പക്ഷേ അത് ശ്രദ്ധിക്കാതെ അപ്പോഴേക്കും മുന്നോട്ട് നടന്നു കഴിഞ്ഞിരുന്നു ഭദ്രൻ നമ്പൂതിരി. ക്രൂരമായൊരു ചിരി ആ മുഖത്തുണ്ടായിരുന്നു. തന്നെ ധിക്കരിക്കണമെന്ന് പരിഹസിക്കണമെന്ന് ഗ്രാമത്തിലെ യുവതലമുറയുടെ മനസ്സിലുണ്ടാവും. അവർക്കൊക്കെ പറ്റിയ ഒരു മറുപടിയാണ് സുന്ദരൻ. അവന് ചുറ്റും ആൾക്കാർ ഓടിക്കൂടാൻ തുടങ്ങിയിരുന്നു. എന്തു പറ്റിയടാ? എനിക്ക് കാലുകൾ ഇളക്കാൻ കഴിയുന്നില്ല. അവൻ്റെ ശബ്ദത്തിലെ വീര്യമൊക്കെ എങ്ങോ പോയി മറഞ്ഞിരുന്നു. കൂട്ടുകാർ അവൻ്റെ കാലുകളിൽ പിടിച്ച് മുകളിലേക്ക് ഉയർത്താൻ ശ്രമിച്ചു നോക്കി. അനക്കമില്ല. ഒരു വടവൃക്ഷത്തിനെ പിഴുതുമാറ്റാൻ കഴിഞ്ഞാലും സുന്ദരൻ്റെ കാലുകൾ ഇളക്കാനാവില്ലെന്ന് അവർക്ക് ബോധ്യമായി. ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിലും അതിന് ഭദ്രൻ തിരുമേനി തന്നെ വേണം. ആരോ പറഞ്ഞു. വേഗം പോയി അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കുക. അതിന് ഇവനെ ഇവിടെ നിന്നും അനങ്ങാൻ കഴിയാതെ എന്തു ചെയ്യും? മറ്റുള്ളവർ പോകണം. അപ്പോൾ തന്നെ കുറേ പേർ തിരുമേനി പോയ വഴിക്ക് പാഞ്ഞു. സന്ധ്യയാകാറായിരിക്കുന്നു. തൻ്റെ പിന്നിൽ അനേകം പാദങ്ങൾ തറയിൽ പതിയുന്ന ശബ്ദം കേട്ടിട്ടും ഭദ്രൻ നമ്പൂതിരി തിരിഞ്ഞു നോക്കിയില്ല. ആൾക്കാർ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തെത്തി. തൊഴുകൈകളോടെ അവർ വിളിച്ചു. തിരുമേനി. അദ്ദേഹം നിന്നില്ല. നടത്തത്തിൻ്റെ വേഗത ഇത്തിരി കുറച്ചിട്ട് അവർ എന്തെങ്കിലും ചോദിക്കും മുമ്പ് തന്നെ പറഞ്ഞു. വിധിച്ചു പോയി. ഇനി അത് തിരിച്ചെടുക്കാനാവില്ല. നിങ്ങൾക്ക് പോകാം. എന്നാലും തിരുമേനി. വേണ്ട. അവൻ്റെ അനുഭവം ഉണ്ടാകണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു പോകണം. അവർ ഞെട്ടി 2 അടി പിന്നോട്ട് മാറുവാൻ ആ ഒരു വാചകം മതിയായിരുന്നു. ഭദ്രൻ തിരുമേനി നടന്നുപോയി. അവർ തിരികെ സുന്ദരൻ്റെ അടുത്തെത്തിയപ്പോഴേക്കും അവിടെ മറ്റൊന്ന് നടക്കുകയായിരുന്നു. ഒരു ചതുപ്പു നിലത്തിലേക്ക് എന്ന വണ്ണം ഭൂമിയിലേക്ക് അല്പാൽപമായി താണു പോകുകയാണ് സുന്ദരൻ. അവൻ്റെ കാൽമുട്ടോളം വരെ ഏകദേശം താണു കഴിഞ്ഞു. വിവരമറിഞ്ഞ് അവൻ്റെ മാതാപിതാക്കളും അവിടെ ഓടിയെത്തുകയും അലമുറയിടുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടെ ആരോ ഓടിപ്പോയി ഒരു കൂന്താലി എടുത്തുകൊണ്ട് വന്നു സുന്ദരൻ്റെ കാലുകൾക്കരികിൽ കിളയ്ക്കാൻ തുടങ്ങി. അങ്ങനെ കാലുകൾ പുറത്തെടുക്കാനായാലോ? പക്ഷേ ആഞ്ഞൊരു കിള മാത്രമേ നടന്നുള്ളൂ. കൂന്താലിയുടെ 3/4 ഭാഗവും മണ്ണിൽ താഴുകയും ചെയ്തു. പിന്നീട് അത് തിരിച്ചുയർത്താനായില്ല. സുന്ദരൻ്റെ കാൽ പോലെ അതും ഭൂമിയിൽ ഉറച്ചുപോയി. കാട്ടുതീ കണക്കെയാണ് ഗ്രാമത്തിൽ വാർത്ത പരന്നത്. ജനങ്ങൾ അവിടെ തിക്കിത്തിരക്കി. സുന്ദരൻ്റെ കാൽ തുടയുടെ ഭാഗം വരെ ഭൂമിയിൽ താണു കഴിഞ്ഞു. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, ആരോ ഉറക്കെ പറഞ്ഞു. ഏവരും തിരിഞ്ഞു നോക്കി. സ്ഥലം പഞ്ചായത്ത് പ്രസിഡന്റാണ്. അയാൾ ഉടനെ തൻ്റെ വീട്ടിൽ പോയി ഫയർഫോഴ്സിനെ ഫോൺ ചെയ്തു. അരമണിക്കൂറിനുള്ളിൽ അവർ എത്തുമ്പോൾ സുന്ദരൻ അരയുടെ ഭാഗം വരെ മണ്ണിനടിയിലായി നിൽക്കുകയാണ്. ഫയർഫോഴ്സുകാരും ആകുന്നത്ര ശ്രമിച്ചു നോക്കി. പക്ഷേ സുന്ദരൻ്റെ ശരീരം അപ്പോഴും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സുകാർ വിയർത്തു തുടങ്ങി. സുന്ദരൻ്റെ ശരീരം നെഞ്ചോളം മണ്ണിൽ ആണ്ടു കഴിഞ്ഞു. വല്ലാത്തൊരു കാഴ്ചയായിരുന്നു അത്. ഏവരും നോക്കി നിൽക്കെ ഒരു മനുഷ്യൻ ഭൂമിയിലേക്ക് താണു പോകുക. അതും നല്ല ഉറപ്പുള്ള ഭൂമിയിലാണ്. ചതുപ്പു നിലത്തിലേതുപോലെ ഇങ്ങനെ. ഫയർഫോഴ്സുകാർ മുഖാമുഖം നോക്കി. ആർക്കും ഒന്നും പിടികിട്ടിയില്ല. ഇവിടെ ക്രെയിൻ ഉപയോഗിച്ചാലും രക്ഷയില്ലാത്തതുപോലെയായിരുന്നു. ഭദ്രൻ നമ്പൂതിരിയുടെ ഏതോ പ്രയോഗമാണിതെന്ന് ആരോ പറഞ്ഞപ്പോൾ ഫയർഫോഴ്സുകാർ ആദ്യം ചിരിക്കുകയാണ് ചെയ്തത്. എന്നാൽ നാഴികകൾ പിന്നിട്ടപ്പോൾ ആൾക്കാർ പറയുന്നതിൽ എന്തോ കാര്യമുണ്ടെന്ന് അവർക്കും തോന്നി തുടങ്ങിയിരുന്നു. നേരെ സന്ധ്യയായി കഴിഞ്ഞു. ആ ഗ്രാമത്തിലെ ജനങ്ങൾ മുഴുവൻ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. ചിലർ പെട്രോമാക്സും മറ്റ് വിളക്കുകളുമൊക്കെ കത്തിച്ചു വെച്ചു. കരഞ്ഞ് സുന്ദരൻ്റെ ശബ്ദം തന്നെ നിലയ്ക്കാറായിരിക്കുന്നു. മരണത്തിലേക്ക് താണു പോകുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ. ഭദ്രൻ നമ്പൂതിരിയെ തടഞ്ഞു നിർത്താനും അങ്ങനെയൊക്കെ ചോദിക്കാനും തോന്നിയ നിമിഷങ്ങളെ അവൻ സ്വയം പഴിച്ചു. അവൻ്റെ അച്ഛനമ്മമാർ സ്വബോധം നഷ്ടപ്പെട്ടു വീണപ്പോൾ ആൾക്കാർ അവരെ ക്ലബിൻ്റെ വരാന്തയിലേക്ക് കയറ്റിക്കിടത്തിയിരിക്കുകയാണ്. മനക്കരുത്തില്ലാത്തവർ മുഴുവൻ കരയുകയാണ്. ഒരു മരണ വീട്ടിലേതുപോലെയുള്ള അവസ്ഥയായിരുന്നു അവിടെ മുഴുവൻ. വിവരമറിഞ്ഞ പോലീസുകാരും എത്തി. SI കമാലുദ്ദീൻ ആൾക്കാർക്കിടയിലൂടെ സുന്ദരൻ്റെ അടുത്തെത്തി. മുന്നിലെ ദൃശ്യം അയാളെയും ഞെട്ടിച്ചു കളഞ്ഞു. പോലീസുകാർ ആൾക്കാരെ അകറ്റി നിർത്തി. സുന്ദരൻ്റെ ശിരസും കൈകളും ഒഴികെയുള്ള ഭാഗങ്ങൾ മുഴുവൻ മണ്ണിനടിയിലായി കഴിഞ്ഞിരുന്നു. തൻ്റെ കൈകൾ ഉയർത്തി ചുറ്റും നിൽക്കുന്നവരോട് സഹായം അഭ്യർത്ഥിക്കുകയാണവൻ. SIയും ഫയർഫോഴ്സുകാരും ചേർന്ന് ഒരിക്കൽ കൂടി അവനെ മണ്ണിൽ നിന്ന് പുറത്തെടുത്തു കൊണ്ടുവരാൻ ശ്രമിച്ചു.
ഒരു കയറിൻ്റെ അഗ്രം അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് മറ്റേ അറ്റം ജീപ്പിന് പിന്നിൽ കെട്ടി. ജീപ്പ് പതിയെ മുന്നോട്ടെടുത്തു. അവൻ്റെ കയ്യിൽ നിന്നും കയർ പിടിവിട്ട് പോയതേയുള്ളൂ. ഇനി ഒരു പക്ഷേ കയർ കയ്യിൽ കെട്ടിക്കൊണ്ട് ഇങ്ങനെ പരീക്ഷിച്ചാൽ അവൻ്റെ കൈ ഉടലിൽ നിന്നും പറഞ്ഞു പോരുകയുള്ളൂ എന്ന് അവർക്ക് തോന്നി. ഭദ്രൻ നമ്പൂതിരി കനിയാതെ ഇതിനൊരു പോംവഴി കാണാനാവില്ല. അവിടെ ഉണ്ടായിരുന്നവരിൽ ഏറ്റവും പ്രായം കൂടിയ ആൾ പറഞ്ഞു. പക്ഷേ SI കമാലുദ്ദീൻ അത് കേട്ട് പുച്ഛഭാവത്തിൽ അയാളെ നോക്കിയതേയുള്ളൂ. ഒരു മന്ത്രവാദി വിചാരിച്ചാൽ എന്തും നടക്കുമെങ്കിൽ കാശ്മീർ പ്രശ്നവും കേന്ദ്രത്തിലെ മന്ത്രിസഭയിലെ കാര്യങ്ങളും അമേരിക്കയുടെ അഹങ്കാരവുമൊക്കെ എത്ര നിസ്സാരമായി തീർക്കാമായിരുന്നു. ഇതിപ്പോൾ ഈ ഭാഗത്തെ മണ്ണിന് എന്തോ പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് ഇനി അറിയാൻ പോകുന്നതേയുള്ളൂ. തൽക്കാലം ഈ യുവാവിനെ രക്ഷിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. SI തലയിൽ നിന്നും തൊപ്പിയെടുത്തു. തൊട്ടടുത്ത പട്ടണത്തിൽ ഏതോ മന്ത്രിയുടെ പരിപാടി റിപ്പോർട്ട് ചെയ്യാനെത്തിയ സ്വകാര്യ TV ചാനലുകാരും ചില പ്രമുഖ പത്രങ്ങളുടെ റിപ്പോർട്ടർമാരും അപ്പോഴേക്കും വിവരം കേട്ടറിഞ്ഞ് അവിടെ കുതിച്ചെത്തിയിരുന്നു. അവർ ഓരോ രംഗവും ക്യാമറയിൽ പകർത്തുവാൻ തുടങ്ങി. ഈ സമയം മഷിവെറ്റിലയിൽ അവിടുത്തെ ഓരോ രംഗവും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഭദ്രൻ നമ്പൂതിരി. 8 കെട്ടിനുള്ളിലെ നിലവറയിലായിരുന്നു അദ്ദേഹം. തൻ്റെ പരദേവതകളെ പൂജയിലൂടെ തൃപ്തിപ്പെടുത്തിയ ശേഷമാണ് അദ്ദേഹം മഷിവെറ്റില പ്രയോഗിച്ചത്. സുന്ദരൻ്റെ വായിലും മണ്ണു കയറിക്കഴിഞ്ഞുവെന്ന് ക്രൂരമായ ഒരു സംതൃപ്തിയോടെ നമ്പൂതിരി കണ്ടു നിൽക്കുന്ന മുഖങ്ങളിലെ ഭീതിയാണ് അദ്ദേഹത്തെ ഏറെ സന്തോഷിപ്പിച്ചത്. ഇനി തൻ്റെ പേര് ഉച്ചരിക്കാൻ പോലും ആൾക്കാർ ഒന്നറയ്ക്കും. അങ്ങനെ തന്നെ വേണം അത്. രാജഭരണം പോയെങ്കിലും നമ്പൂതിരി ഇല്ലങ്ങൾ നാമോശേഷമായെങ്കിലും എന്നും കാലത്തിന് ഓർത്തുവയ്ക്കാൻ ഒരു പേരുണ്ടാവണം ഭദ്രൻ നമ്പൂതിരി. അദ്ദേഹം എല്ലാം മറന്ന് സ്വയം ഒന്ന് ചിരിച്ചു. മാതൃകരെ പുച്ഛത്തോടെ മാത്രം വീക്ഷിക്കുന്ന യുവതലമുറയ്ക്കും യുക്തിവാദികൾക്കുമുള്ള ഒരു ചുട്ട മറുപടിയാണിത്. താനാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ആരോടും പറയുവാൻ താൻ ഒരുക്കമാണ്. പക്ഷേ തെളിവില്ല. അത്രയും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിലാണിത് നടക്കുന്നത്. അപ്പോൾ പിന്നെ അവർക്കെങ്ങനെ തന്നെ പ്രതിയാക്കാൻ പറ്റും? ഭദ്രൻ നമ്പൂതിരിക്ക് സ്വയം അഭിമാനം തോന്നി. തനിക്ക് ഈ ഭൂമിയിൽ ഒരു എതിരാളി പോലുമില്ലെന്ന തോന്നൽ അദ്ദേഹത്തെ ഉന്മത്തനാക്കി. ഗ്രാമത്തിൽ അപ്പോൾ സുന്ദരൻ്റെ കൈവിരലുകളുടെ അവസാന ഭാഗവും ഭൂമിക്കടിയിലേക്ക് ആണ്ടു പോകുകയായിരുന്നു. ഏവരും ശ്വാസം കഴിക്കാൻ മറന്നു നിന്ന ഒരു നിമിഷം. വിശ്വാസം വരാതെ SI കമാലുദ്ദീൻ അവിടേക്ക് തുറച്ചു നോക്കി. ഒരു മനുഷ്യജീവി താണുപോയ ഭാഗമാണതെന്ന് പറയുകയില്ല. ഉറച്ച മണ്ണുള്ള ഒരു ഭാഗം, അത്ര തന്നെ. പക്ഷേ അവിടുത്തെ ഓരോ ചലനവും TV-ക്കാർ പകർത്തുന്നുണ്ടായിരുന്നല്ലോ. സ്വകാര്യ TV-ക്കാർ അന്നത്തെ വാർത്തയിൽ തന്നെ ഈ സംഭവം പ്രക്ഷേപണം ചെയ്തു, ചിത്രങ്ങൾ കാണിച്ചു. അത് കണ്ട് ജനങ്ങളത്രയും സ്തബ്ധരായി. കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരു സംഭവമായിപ്പോയി ഇത്. അടുത്ത ദിവസം ആഭ്യന്തരമന്ത്രി നേരിൽ സ്ഥലം സന്ദർശിച്ചു. അദ്ദേഹത്തോടൊപ്പം ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും ശാസ്ത്രജ്ഞന്മാരും ഉണ്ടായിരുന്നു. അവിടെയാണ് ആ സംഭവം ഉണ്ടായതെന്ന് ആരും വിശ്വസിച്ചില്ല. മന്ത്രി അന്ന് TBയിൽ ക്യാമ്പ് ചെയ്തു. ഒരിക്കൽ കൂടി ആ സ്ഥലം ഒന്ന് കുഴിച്ചു നോക്കണമെന്ന് മന്ത്രി ഉദ്യോഗസ്ഥന്മാരോട് നിർദ്ദേശിച്ചു. നേരത്തെ കുഴിക്കാനാവില്ല എന്നായിരുന്നല്ലോ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അടക്കമുള്ളവർ പറഞ്ഞത്. പക്ഷേ ഇത്തവണ അവിടെ കുഴിക്കുവാൻ യാതൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. നല്ല മണ്ണായമുള്ള ഭൂമി. മാത്രവുമല്ല അവിടെ ഒരു മനുഷ്യജീവി താണുപോകുവാൻ യാതൊരു സാധ്യതയുമില്ല താനും. ശാസ്ത്രജ്ഞന്മാർ അവിടുത്തെ മണ്ണും പരിശോധിച്ചു. പക്ഷേ എല്ലാത്തിനും ദൃക്സാക്ഷികളായ പോലീസുകാർക്കും ഫയർഫോഴ്സുകാർക്കും നാട്ടുകാർക്കും അങ്ങനെ നടന്നിട്ടില്ലെന്ന് പറയാനാവില്ലല്ലോ. പോരെങ്കിൽ സുന്ദരൻ ഭൂമിയിലേക്ക് താണുപോകുന്നത് TV-ക്കാർ റെക്കോർഡ് ചെയ്തിട്ടുമുണ്ട്. മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ പോലീസുകാർ ഗ്രാമവാസികളെയും മറ്റും ചോദ്യം ചെയ്തു. ഏറെ പേർക്കും പറയാനുണ്ടായിരുന്നത് ഭദ്രൻ നമ്പൂതിരിയുടെ കാര്യമാണ്. ഒക്കെ കേട്ടിട്ട് IG ആഭ്യന്തരമന്ത്രിയെ നോക്കി. ഇവിടുത്തെ ജനങ്ങൾ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ വച്ച് പുലർത്തുന്ന കൂട്ടത്തിലാണെന്ന് തോന്നുന്നു സാർ. ഒരു മന്ത്രവാദി വിചാരിച്ചാൽ ഇങ്ങനെയൊക്കെ നടക്കുമോ? മന്ത്രി പക്ഷേ ഗൗരവത്തിലായിരുന്നു. മിസ്റ്റർ അഗർവാൾ, കണ്ണട നേരെ വെച്ചുകൊണ്ട് ആഭ്യന്തരമന്ത്രി ചന്ദ്രസേനൻ പറഞ്ഞു. നമ്മുടെ സബോർഡിനേറ്റ്സിൻ്റെയും ജനങ്ങളുടെയും അഭിപ്രായങ്ങൾ എല്ലാം ഒന്നാണെന്നിരിക്കെ നമുക്കിത് തള്ളിക്കളയാനാവുമോ? പ്രത്യേകിച്ചും TV-ക്കാർ ക്യാമറയിൽ പകർത്തിയത്. പ്രസ് റിപ്പോർട്ടേഴ്സിൻ്റെ ഫോട്ടോകളും ന്യൂസും ഒക്കെ വിരൽ ചൂണ്ടുന്നത് ഒരിടത്തേക്ക് തന്നെയാണ് സാർ. അത് IG പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ മന്ത്രി പിന്നെയും പറഞ്ഞു. എല്ലാവരും പറയുന്നതിൽ കാര്യമുണ്ട്. പക്ഷേ എവിടെയോ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. അതാണ് ആരും ശ്രദ്ധിക്കാതെ പോകുന്നത്. അഗ്നിയിൽ ചാടിയിട്ട് മിനിറ്റുകൾക്കുള്ളിൽ ഒന്നും സംഭവിക്കാതെ പുറത്തുവരുന്ന മാന്ത്രികരില്ലേ? അതല്ലെങ്കിൽ നിമിഷ നേരം കൊണ്ട് മുന്നിലുള്ളതിനെ മുഴുവൻ മായ്ച്ചു കളയുന്ന മാന്ത്രികരില്ലേ? അതുപോലെ എന്തോ ഒന്നായിക്കൂടെ ഇത്? മാജിക്. IG നെറ്റി ചുളിച്ചു. അങ്ങനെയും വേണമെങ്കിൽ പറയാം. കാഴ്ചക്കാരുടെ മനസ്സിനെ വിഭ്രാന്തിയിൽ ആഴ്ത്തിയിട്ട് ആ യുവാവിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി വധിച്ചതായിരിക്കൂടെ? അഗർവാൾ ചിന്തിച്ചിരുന്നു. മന്ത്രി പറയുന്നതിലും കാര്യമുണ്ട്. ഇന്നലെ വരെ കുഴിയാതിരുന്ന ഭൂമി ഇന്ന് യാതൊരു പ്രയാസവുമില്ലാതെ കുഴിയുന്നു. പക്ഷേ അവിടെ ഒരു ശരീരവും കണ്ടില്ല. ആ നിലയ്ക്ക് എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ടിട്ട് കൊലയാളി സുന്ദരനെ അവിടെ നിന്ന് അകറ്റിയതായിക്കൂടെ? ഭദ്രൻ നമ്പൂതിരിയുടെ പേര് നാട്ടുകാർ മുഴുവനും പറയുന്ന നിലയ്ക്ക് അയാളെ നമുക്കൊന്ന് ചോദ്യം ചെയ്താലോ സാർ? ഞാനത് അങ്ങോട്ട് പറയാൻ ഭാവിക്കുകയായിരുന്നു. യു ക്യാൻ പ്രൊസീഡ് സാർ. അഗർവാൾ എണീറ്റു. ഉച്ചഭക്ഷണത്തിന് ശേഷം 8 കെട്ടിൽ വിശാലമായ നടുത്തളത്തിൽ ആട്ടുകട്ടിലിൽ കിടന്ന് അർദ്ധമയക്കത്തിലായിരുന്നു അപ്പോൾ ഭദ്രൻ നമ്പൂതിരി. കട്ടിലിൽ തൊട്ടരികിൽ തന്നെ നമ്പൂതിരിയുടെ 5ാമത്തെ വേളിയായ താത്രിക്കുട്ടിയും ഇരിപ്പുണ്ടായിരുന്നു. നമ്പൂതിരിയുടെ കാലിൽ പതിയെ തടവിക്കൊണ്ടിരിക്കുകയാണ് താത്രിക്കുട്ടി.
താത്രിക്കുട്ടിക്ക് ഏറിയാൽ 25 വയസ്സ് വരും. അത്രമാത്രം ഭദ്രൻ നമ്പൂതിരി അവളെ കൊണ്ടുവന്നിട്ട് 1 വർഷം ആകുന്നതേയുള്ളൂ. അതീവ സുന്ദരിയായിരുന്നു താത്രിക്കുട്ടി. അവളുടെ വടിവത്ത മേനിയും വാൻമിഴികളും ചന്ദനത്തിൻ്റെ നിറവുമൊക്കെയാണ് നമ്പൂതിരിയെ ഏറെ ആകർഷിച്ചതും. മുണ്ടും മുലക്കച്ചയും അതിനു മുകളിൽ കട്ടിക്കുറഞ്ഞ ഒരു നേരിതും മാത്രമാണ് താത്രിക്കുട്ടിയുടെ വേഷം. 8 കെട്ടിനുള്ളിൽ അതേ പാടുള്ളൂ എന്നാണ് നമ്പൂതിരിയുടെ ഉത്തരവ്. കഴുത്തിലും കയ്യിലും ആഭരണങ്ങളുണ്ട്. പക്ഷേ എടുത്തു പറയേണ്ടത് അവളുടെ മൂക്കുത്തിയാണ്. ചെറിയ ചുവന്ന കല്ലുകളുള്ള മൂക്കുത്തി. അവളുടെ കണ്ണുകൾക്കാണോ ആ മൂക്കുത്തിക്കാണോ കൂടുതൽ തിളക്കമെന്ന് പറയുക വയ്യ. മുലക്കച്ചയ്ക്ക് താങ്ങാനാവാത്ത ഭാരമുണ്ട്. ആ കുജഗോളങ്ങൾക്കെന്ന് തോന്നുമായിരുന്നു. അത്രമാത്രം മുഴുത്തതും ലേശം പോലും ഉടവ് തോന്നാത്തതുമായിരുന്നു അത്. എള്ളിൻ പൂവ് പോലെ തോന്നിക്കുന്ന പൊക്കിളിന് 1.5 ഇഞ്ച് താഴെ വെച്ച് താത്രിക്കുട്ടി മുണ്ടുടുക്കാറുള്ളൂ. നിഗൂഢതയിലേക്ക് പോകുന്ന നേരിയ രോമങ്ങൾ മുണ്ടിനു മുകളിൽ കാണാം. നേരത്തെയുള്ള 4 വേളികളുടെയും ഭദ്രൻ നമ്പൂതിരി കൊന്നതാണെന്നാണ് ജനസംസാരം. ഒരാളെ മടുത്തു കഴിയുമ്പോൾ എന്നേക്കുമായി ജീവിതത്തിൽ നിന്ന് അകറ്റിവിടുക, അതാണ് പോലും ഭദ്രൻ്റെ രീതി. വേളികൾക്ക് മക്കളുണ്ടെങ്കിൽ അവരെയും ഇല്ലത്തു നിന്നും പറഞ്ഞേക്കും. പുതിയൊരു വേളി വരുമ്പോൾ അവിടെ താൻ മാത്രമേ ഉണ്ടാകാവൂ എന്നാണ് നമ്പൂതിരിയുടെ നിർബന്ധം. ബാല്യക്കാർക്ക് അടുക്കളയിൽ വരെ മാത്രമേ പ്രവേശനമുള്ളൂ. അതുകൊണ്ട് അവരെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്പൂതിരിക്കോ വേളിക്കോ ഇല്ല. സമയവും കാലവും നോക്കാതെ തൻ്റെ വേളിയുടെ അരികിൽ ഏതു നിമിഷവും കേളിക്കായി എത്തുന്ന സ്വഭാവമാണ് ഭദ്രൻ്റേത്. എതിർത്തുകൂടാ. പറയുന്നത് എത്ര ഹീനമായ കാര്യമാണെങ്കിലും അക്ഷരം പ്രതി അനുസരിച്ചു കൊള്ളണം. ഇല്ലത്ത് മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അത് നടക്കില്ലല്ലോ. അതുകൊണ്ടാവാം ഒരുപക്ഷെ മക്കളെപ്പോലും അദ്ദേഹം അവിടെ നിന്ന് ഓടിക്കുന്നത്. തനിക്ക് എത്ര മക്കളുണ്ടെന്ന് പോലും അദ്ദേഹത്തിന് അറിയാമോ ആവോ. ഭദ്രൻ നമ്പൂതിരി ആട്ടുകട്ടിലിൽ ഒന്ന് തിരിഞ്ഞു കിടന്നു. അർദ്ധമയക്കത്തിലാണെങ്കിലും താത്രിക്കുട്ടിയെ വലിച്ച് തൻ്റെ ശരീരത്തിലേക്കിട്ടു. മുത്തു കിലുങ്ങും പോലെ അവൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് കൊഞ്ചലോടെ പറഞ്ഞു, ഈ തിരുമേനിയുടെ ഒരു കാര്യം നട്ടുച്ച നേരത്താണോ? ഇക്കാര്യത്തിൽ എനിക്ക് നട്ടുച്ചയെന്നോ പാതിരാത്രിയോ എന്നോ ഒന്നുമില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ താത്രിക്കുട്ടി? അദ്ദേഹത്തിൻ്റെ കൈകളിൽ അവളൊന്ന് പൊളഞ്ഞു. മുലക്കച്ച കഴിഞ്ഞു. കുജങ്ങൾ അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ അമർന്നു. അരുമയോടെ അതിൽ തലോടിക്കൊണ്ട് നമ്പൂതിരി പറഞ്ഞു, എത്ര നുകർന്നാലും ഇതിലെ മധു അങ്ങനെ തന്നെ നിൽക്കുന്നത് എന്താ താത്രിക്കുട്ടി? അതങ്ങനെയാ. താത്രിക്കുട്ടിയുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു. നിന്റെ ഭാരം പഴയ പോലെ എനിക്ക് അങ്ങോട്ട് താങ്ങാനാവണില്ല താത്രിയെ, തിരുമേനി മന്ത്രിച്ചു. അവൾ പിന്നെയും ചിരിച്ചു. അദ്ദേഹത്തിൻ്റെ കൈകൾ അവളുടെ മുണ്ടിൻ്റെ കുത്തഴിച്ചു. അരഞ്ഞാണം കിലുങ്ങി. താത്രിക്കുട്ടി നമ്പൂതിരിയിലേക്ക് പടർന്നിറങ്ങി. ആട്ടുകട്ടിൽ ഉലഞ്ഞു. താത്രിയുടെ മുടി അഴിഞ്ഞു ചിതറി. ഈ നേരത്താണ് ഇല്ലത്തിൻ്റെ മുറ്റത്ത് ചില വാഹനങ്ങൾ കടന്നു വന്ന് ബ്രേക്കിട്ട് നിന്നത്. താത്രിക്കുട്ടിയുടെ കരുത്തിനു മുന്നിൽ, അടങ്ങാത്ത ആവേശത്തിനു മുന്നിൽ കീഴടങ്ങുവാൻ ഭാവിക്കുകയായിരുന്നു ഭദ്രൻ നമ്പൂതിരി. ഈ പ്രപഞ്ചത്തിലെ ജലമത്രയും കുടിച്ചു വറ്റിക്കാനുള്ള ആവേശമുണ്ടെന്ന് തോന്നുമായിരുന്നു അവൾക്ക്. അഴിഞ്ഞുലഞ്ഞ് ചിതറി വീഴുന്ന മുടിയിൽ നിന്നും കാച്ചെണ്ണയുടെ ഹൃദയഹാരിയായ ഗന്ധം നമ്പൂതിരി ആവോളം നുകരുകയായിരുന്നു. ഭൂമിയിൽ നിന്നും ഒരു പഞ്ഞിത്തുണ്ടു മാതിരി ഉയർന്നുയർന്ന് ആകാശത്തുകൂടി പറക്കുന്ന അനുഭൂതി. എല്ലാത്തിനും കടിഞ്ഞാൻ വീണത് പൊടുന്നനെയാണ്. ഒരു കുതിരക്കണക്കെ കുതിക്കുകയായിരുന്ന താത്രിക്കുട്ടി ആരോ പിടിച്ചു നിർത്തിയതുപോലെ നിശ്ചലയായി. ഒരു പാമ്പിൻ്റെ ഭാവമായിരുന്നു അവളുടെ കണ്ണുകളിൽ. തുറവളഞ്ഞിരുന്ന പാമ്പിനെ ആരോ കല്ലെറിഞ്ഞ് പരിക്കേൽപ്പിച്ച ഭാവം. ഇതെല്ലാം വ്യത്യസ്തമല്ലായിരുന്നു ഭദ്രൻ നമ്പൂതിരിയുടെയും അവസ്ഥ. മുറ്റത്ത് വാഹനങ്ങൾ ബ്രേക്ക് ചെയ്യുന്ന ശബ്ദം അകത്തളത്തിൽ വരെ എത്തിയിരിക്കുന്നു. ഏഭ്യമാർ. നമ്പൂതിരി പല്ല് കടിച്ചു. വരാൻ കണ്ടൊരു നേരമേ. അനന്തരം അദ്ദേഹം താത്രിക്കുട്ടിയെ നോക്കി കഴിയും വിധം ശബ്ദം താഴ്ത്തി പറഞ്ഞു, താത്രി അപ്പുറത്തേക്ക് പോയിക്കോളൂ. പകയോടെ വാതിൽ നേരെ ഒന്നുകൂടി നോക്കിയിട്ടാണ് അതൃപ്തമായ മനസ്സുമായി അവൾ എണീറ്റത്. ഉടുമുണ്ട് വാരി ചുറ്റി. മുലക്കച്ച കെട്ടാനുള്ള നേരം കിട്ടിയില്ല. അത് തോളിലൂടെ ഇട്ടുകൊണ്ട് അവൾ പോയി. തിരുമേനി എണീറ്റിരുന്നു. മുണ്ട് നേരെയാക്കി. അപ്പോഴേക്കും വാതിലിൽ തട്ടുന്നത് കേട്ടു. ആരാണവിടെ? വാതിലിന് കൊളുത്തിയിട്ടിട്ടില്ല, കടുപ്പിച്ചാണ് നമ്പൂതിരി പറഞ്ഞത്. ഉടൻ അത് തുറക്കപ്പെട്ടു. മുന്നിൽ ഏതാനും കാക്കിധാരികളെ കണ്ടപ്പോൾ നമ്പൂതിരിയുടെ പുരികം ചൂളി. ആട്ടുകെട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് തിരക്കി. ഭദ്രൻ തിരുമേനി? ഞാൻ തന്നെയാണ്. നിങ്ങൾക്കകത്തേക്ക് വരാം. IG അഗർവാളും SI കമാലുദ്ദീനും അകത്തേക്ക് കാൽ വെച്ചു. ഭദ്രൻ നമ്പൂതിരിയുടെ കണ്ണുകൾ കമാലുദ്ദീനിൽ നിന്ന് പതിഞ്ഞു. അവിടെ നിൽക്കുക. സ്വരത്തിലെ കാർക്കശ്യഭാവം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അമ്പരിപ്പിച്ചു കളഞ്ഞു. നിങ്ങൾ അന്യമതക്കാരനാണെന്ന്, പ്രത്യേകിച്ചും ഒരു ഹിന്ദു അല്ലെന്ന് ഞാൻ കരുതുന്നു. എന്താ ശരിയല്ലേ? കമാലുദ്ദീനെ നോക്കിയാണ് ചോദ്യം. അറിയാതെ അയാൾ തലകുലുക്കി. എങ്കിൽ പുറത്തു തന്നെ നിൽക്കുക. പോലീസായാലും പട്ടാളമായാലും ഒരു അഹിന്ദു ഇതിനുള്ളിൽ കടക്കാൻ ഞാൻ സമ്മതിക്കില്ല. കമാലുദ്ദീൻ്റെ മുഖത്തേക്ക് രക്തം ഇരച്ചു കയറി. നമ്പൂതിരിയുടെ മുഖമടച്ചൊന്ന് കൊടുക്കാൻ കൈകൾ തരിച്ചതുമാണ്. അത് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അയാൾ IG നോക്കി. കമാൽ പുറത്തു നിന്നേക്കോ. അങ്ങനെയാണ് അഗർവാൾ പറഞ്ഞത്. രോഷമൊതുക്കി SI പുറത്തു തന്നെ നിന്നു. TV-കാരും പ്രസ് ഫോട്ടോഗ്രാഫേഴ്സുമൊക്കെ വാതിൽക്കലെത്തി. IG സാറ് നമ്പൂതിരിയുമായി സംസാരിച്ച് കഴിഞ്ഞിട്ടാവട്ടെ തങ്ങളുടെ ഊഴം എന്നായിരുന്നു അവരുടെ തീരുമാനം. അഗർവാൾ ഭദ്രൻ നമ്പൂതിരിയുടെ മുന്നിലെത്തി. ഇരിക്കാം. നമ്പൂതിരി ഒരു കസേരയ്ക്ക് നേരെ കൈ ചൂണ്ടി. നമ്പൂതിരിയുടെ ഓരോ ചലനവും ശ്രദ്ധിച്ചുകൊണ്ടാണ് IG ഇരുന്നത്. എന്താ പിന്നെ വിശേഷിച്ച്? ഇവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വരുന്നത് ആദ്യമായിട്ടാണ്.
നമ്പൂതിരി വെറ്റില ചില എടുത്തു വെച്ചു. അതിൽ നിന്നൊരു തളിർ വെറ്റിലയെടുത്ത് ഇടത് കൈയിൽ വെച്ച് നഖം കൊണ്ട് നാരു കളയാൻ തുടങ്ങി. ഇപ്പോൾ വരേണ്ട ഒരു കാര്യമുണ്ടായി. ആ മുറിയാകെ ശ്രദ്ധിച്ചുകൊണ്ട് അഗർവാൾ പറഞ്ഞു തുടങ്ങി. ഈ ഗ്രാമത്തിൽ കഴിഞ്ഞ ദിവസം അതിവിചിത്രമായൊരു സംഭവം ഉണ്ടായത് തിരുമേനി അറിഞ്ഞിരിക്കുമല്ലോ. നല്ല കഥയായി. വെറ്റിലയിൽ നൂറ് തേച്ച് അടക്കയും എടുത്ത് അവ വായിലേക്കിടുന്നതിനിടയിൽ നമ്പൂതിരി പ്രതിവചിച്ചു. ഈ ഗ്രാമത്തിൽ എന്ത് നടന്നാലും അത് ആദ്യം അറിയുന്നവൻ ഞാനായിരിക്കും. മാത്രമല്ല ഇത്തിരി മുൻകൂട്ടി തന്നെ ഞാനത് അറിയാറുണ്ടെന്നും വെച്ചോളൂ. ഏജിയുടെ നെറ്റി ചുളിഞ്ഞു. തിരുമേനി പറഞ്ഞു വരുന്നത് നിങ്ങൾ എങ്ങനെ ചിന്തിച്ചാലും അങ്ങനെ തന്നെ. അപ്പോൾ ഈ സംഭവത്തെക്കുറിച്ച്, അതായത് നാട്ടുകാർ പറയുന്നത്? നമ്പൂതിരി കോളാമ്പി എടുത്ത് അതിലേക്ക് തുപ്പി. പിന്നെ പറഞ്ഞു, ഈ ചോദ്യത്തിൻ്റെ ഉത്തരവും നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ തന്നെയുണ്ടല്ലോ. ഐജിക്ക് അമ്പരപ്പ് തോന്നി. ഈ മനുഷ്യന് തലയ്ക്ക് സുഖമില്ലേ? ഇയാളുടെ പണിയാണ് ആ സംഭവം എന്ന് നാട്ടുകാർ പറയുന്നു. ഇയാൾ അത് സമ്മതിക്കുകയും ചെയ്യുന്നു. അതുതന്നെ, നമ്പൂതിരി ഒന്നുകൂടി വ്യക്തമാക്കി. ആ സംഭവത്തിൻ്റെ പരിപൂർണ ഉത്തരവാദി ഞാനാണ്. സുന്ദരൻ ഭൂമിയിലേക്ക് താണുപോയത് ഞാൻ കാരണമാണ്. ഐജിയുടെ നെറ്റിയിൽ വിയർപ്പ് കണങ്ങൾ ഉരുണ്ടുകൂടുവാൻ തുടങ്ങി. ഇതുവരെ കേട്ടുകേഴ്വി പോലും ഇല്ലാതെയിരുന്ന ഒരു സംഭവമാണ് ഇന്നലെ നടന്നുവെന്ന് പറയുന്നത്. ഇപ്പോൾ അത് ശരിയാണെന്ന് ഈ മനുഷ്യൻ തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. ഇനി എന്തു വേണമെന്നറിയാതെ ഐജി കുഴങ്ങി. ഒരിക്കൽ കൂടി കോളാമ്പിലേക്ക് തുപ്പിയിട്ട് നമ്പൂതിരി തുടർന്നു. ഞാൻ അങ്ങനെയൊരു കൃത്യം ചെയ്തുകൊണ്ടോ അത് തുറന്ന് സമ്മതിച്ചുകൊണ്ടോ നിങ്ങൾ പോലീസുകാർക്ക് എന്നെ ഒന്നും ചെയ്യാനാവില്ല. നൂറുകണക്കിന് ആൾക്കാർ കണ്ടുവെന്നത് ശരി തന്നെ. ടി വിക്കാരുടെ കയ്യിലും തെളിവുകളുണ്ടെന്നത് നേര് തന്നെ. പക്ഷേ എന്നെ എന്ത് ചെയ്യാനാവും? കോടതിക്ക് വേണ്ടത് തെളിവുകളാണ്. ആ യുവാവിനെ ഞാൻ ഭൂമിയിലേക്ക് പിടിച്ചു താഴ്ത്തുന്നത് ആരും കണ്ടിട്ടില്ല, ഉണ്ടോ? ഇല്ലെന്ന ഭാവത്തിൽ അഗർവാൾ തലയണക്കി. അതും പോകട്ടെ, ഞാൻ അങ്ങനെ ചെയ്യുന്നത് കണ്ടെന്ന് തന്നെ ആൾക്കാർ മുഴുവനും പറയട്ടെ. എന്നിരുന്നാലും കോടതിയിൽ അതിനുള്ള തെളിവ് നൽകാൻ ആർക്കും കഴിയില്ല, എനിക്കൊഴികെ. കാരണം ഭൂമിയിലേക്ക് താണുപോയെന്ന് പറയുന്ന ആ യുവാവിൻ്റെ മൃതദേഹം കണ്ടെടുക്കാൻ ഈ ഗ്രാമം മുഴുവൻ കിളിച്ചു മറിച്ചാലും ആർക്കും കഴിയില്ല. ഇനി ഇങ്ങനെയൊക്കെ ഒരു റിപ്പോർട്ട് കൊടുത്താൽ നിങ്ങൾക്കൊക്കെ ഭ്രാന്താണെന്നേ കോടതി പറയൂ. മുന്നിലിരിക്കുന്നത് ഒരു കുറ്റവാളിയാണെന്ന് അറിഞ്ഞിട്ടും ചെറുവിരൽ പോലും തനിക്ക് അനക്കാനാവില്ലെന്ന് അഗർവാൾ ദുഃഖത്തോടെ ഓർത്തു. എങ്കിൽ താങ്കൾ പോകുകയല്ലേ? അതെ. ഒരു ദീർഘനിശ്വാസത്തോടെ അഗർവാൾ എണീറ്റു. ഒരു ഉപകാരം കൂടി താങ്കൾ ചെയ്യണം. പുറത്തു നിൽക്കുന്നവരോടും പൊയ്ക്കൊള്ളാൻ പറഞ്ഞേക്കുക. എനിക്കിനി അവരോട് സംസാരിക്കാൻ താല്പര്യമില്ല. മറുപടി പറയാതെയാണ് ഏജി പുറത്തേക്ക് നടന്നത്. പക്ഷേ ടിവിക്കാരും പത്രക്കാരും അങ്ങനെ മടങ്ങിപ്പോകുവാൻ ഒരുക്കമായിരുന്നില്ല. ഞങ്ങൾക്ക് അങ്ങനെയൊന്ന് ഇൻ്റർവ്യൂ ചെയ്യണം, അവർക്ക് വാശി. അവരെ തന്നെ നോക്കിക്കൊണ്ട് ഭദ്രൻ നമ്പൂതിരി ആട്ടുകട്ടിലിൽ പതിയെ ആടി. അല്ലാതെ നിങ്ങൾ തിരിച്ചു പോവില്ല? ഇല്ല, ഒരാൾ പറഞ്ഞു. അടുത്ത ക്ഷണം എന്താണ് ഉണ്ടായതെന്ന് അവർ അറിഞ്ഞില്ല. ഇലക്ട്രിക് ഷോക്കേറ്റതുപോലെ അവർ മുറ്റത്തേക്ക് തെറിച്ചു വീണു. ടിവിക്കാരുടെ കയ്യിൽ നിന്നും ക്യാമറയും മറ്റും പിടിവിട്ടുപോയി. ഒപ്പം വല്ലാത്തൊരു ശബ്ദത്തോടെ വാതിൽപ്പാളി തനിയെ അടയുകയും ചെയ്തു. തറയിൽ നിന്ന് എണീക്കുന്നതിനിടയിൽ അവർ മുഖാമുഖം നോക്കി. ഓരോ മുഖത്തും പരിഭ്രമത്തിൻ്റെ അലകൾ ദൃശ്യമായിരുന്നു. എത്രയും വേഗം അവിടെ നിന്നും പോയില്ലെങ്കിൽ അത് അപകടമാണെന്ന് അവർക്ക് തോന്നി. തങ്ങളുടെ സാധനങ്ങളുമെടുത്ത് അവർ കാറിൽ കയറി. പോലീസുകാരുടെ വാഹനം ഈ സംഭവത്തിന് മുമ്പേ അവിടെ നിന്നും പോയിരുന്നു. ദിവസങ്ങൾ കുറെ പിന്നിട്ടു. സുന്ദരൻ ഭൂമിയിലേക്ക് താണുപോയിട്ട് ഒരു മാസത്തോളമാകുന്നു. അന്വേഷണങ്ങൾ വഴിമുട്ടിപ്പോയി. പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഫയൽ ക്ലോസ് ചെയ്തു. പത്രക്കാരും ടിവിക്കാരും ഭദ്രൻ നമ്പൂതിരിയെക്കുറിച്ച് തങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് കുറെ എഴുതുകയും പറയുകയും ചെയ്തത് മാത്രം മിച്ചം. അവസാനം അവരും നാവടക്കി. പക്ഷേ ഈ സംഭവത്തോടുകൂടി ഗ്രാമീണരുടെ മനസ്സിൽ നമ്പൂതിരിയെക്കുറിച്ച് ഒരു ഭീകര ചിത്രം തെളിയുകയായിരുന്നു. അയാൾക്കെതിരെ ഒരക്ഷരം ശബ്ദിക്കാൻ പോലും ആൾക്കാർ ഭയന്നു. എങ്കിലും സുന്ദരൻ്റെ അച്ഛൻ ശേഖരൻകുട്ടിയുടെ മനസ്സിൽ ഒരു സർപ്പത്തെ പോലെ പക ഇഴയുകയായിരുന്നു. പറ്റിയ ഒരു അവസരം വരികയാണെങ്കിൽ ഭദ്രൻ നമ്പൂതിരിയോട് പ്രതികാരം ചെയ്യുമെന്ന് അയാൾ ഉറപ്പിച്ചു. താമസിയാതെ അത്തരം ഒരു അവസരം ലഭിക്കുകയും ചെയ്തു. അന്ന് അരുമത്തുകാവിൽ ഉത്സവമായിരുന്നു. ഗ്രാമത്തിലെ ഏറെ പ്രചാരമുള്ള ഉത്സവം. യക്ഷിയാണ് കാവിൽ ഉള്ളതെന്ന് ആൾക്കാർ വിശ്വസിക്കുന്നു. ഉത്സവ ദിവസം പ്രത്യേക പൂജയും ഗുരുതിയും മറ്റുമുണ്ട്. വൈകിട്ട് കെട്ടുകാഴ്ചയും രാത്രിയിൽ നാടകവും. ഉത്സവത്തിന് ഒരു കമ്മിറ്റിയുണ്ട്. അവരുടെ നിയന്ത്രണത്തിലാണ് കാര്യങ്ങൾ നടക്കുക. എന്നിരുന്നാലും ഗ്രാമത്തിലെ പ്രമാണിമാരിൽ പ്രമുഖൻ ഭദ്രൻ നമ്പൂതിരി തന്നെയാണ്. മിക്കവാറും വർഷങ്ങളിൽ രാവിലെ കാവിലെത്തുന്ന നമ്പൂതിരി മടങ്ങിപ്പോകുമ്പോൾ രാത്രിയിൽ ഒരു നേരമാകും. ചിലപ്പോൾ ഉത്സവത്തിനെത്തുന്ന ഏതെങ്കിലും ഒരു സുന്ദരിയുമായിട്ടായിരിക്കും മടക്കം. ഇത്തവണയും ഭദ്രൻ നമ്പൂതിരി രാവിലെ തന്നെ കാവിലെത്തിയിരുന്നു. സുന്ദരനെക്കുറിച്ചുള്ള സ്മരണ ആൾക്കാർക്ക് ഉണ്ടായിരുന്നതിനാൽ അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ ആൾക്കാർ ഭയഭക്തി ബഹുമാനങ്ങളോടെ സ്വീകരിച്ചു. പ്രധാനപ്പെട്ട ഇരിപ്പിടത്തിൽ ഇരുത്തുകയും ചെയ്തു. ശേഖരൻകുട്ടിയും ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ നമ്പൂതിരിയുടെ മുന്നിൽപ്പെടാതെ അയാൾ ഒഴിഞ്ഞൊഴിഞ്ഞു നിന്നു. ഇടയ്ക്കിടെ അരയിൽ തപ്പി നോക്കി. കടാര അവിടെ തന്നെയുണ്ടെന്ന് ഉറപ്പാക്കി. നേരം ഉച്ച കഴിഞ്ഞു. 3 മണിയോടുകൂടി ആ ഗ്രാമത്തിലെയും അയൽ ഗ്രാമത്തിലെയും ആൾക്കാർ അരുമരുത്തുകാവിലേക്ക് പ്രവേശിച്ചു തുടങ്ങി. ഒന്ന് മുറുക്കിക്കൊണ്ട് ഭദ്രൻ നമ്പൂതിരി ആൾക്കാരെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയിരിക്കവേ ഒരു പെൺകിടാവ് അദ്ദേഹത്തിൻ്റെ കണ്ണിലുടക്കി. അവൾ തൻ്റെ അരികിൽ നിൽക്കുന്ന സ്ത്രീകളോട് എന്തൊക്കെയോ പറയുകയും ചിരിക്കുകയും ചെയ്യുന്നു. നല്ല കറുത്ത നിറമായിരുന്നു അവൾക്ക്. പാവാടയും ബ്ലൗസും വേഷം. ഏറിയാൽ 18 വയസ്സ് വരും. അവൾ താഴ്ന്ന ജാതിക്കാരിയാണെന്ന് നമ്പൂതിരി ഉറച്ചു. എന്നാലും തെല്ലൊന്നുമല്ല അവൾ നമ്പൂതിരിയുടെ മനസ്സിനെ സ്വാധീനിച്ചത്.
അവളുടെ തടിച്ചുമലർന്ന ചുണ്ടുകളും മുഴുത്ത മാറിടങ്ങളും വിസ്തൃതമായ പിൻവടിവും നമ്പൂതിരിയിൽ വികാരത്തിൻ്റെ അലകൾ ഉണർത്തി. അവൾ തന്നെ കണ്ടിട്ടില്ലെന്ന് അദ്ദേഹത്തിന് തോന്നി. അല്ലെങ്കിൽ കണ്ടിട്ടും ശ്രദ്ധിക്കുന്നില്ല. അതുപോരല്ലോ. നമ്പൂതിരിയുടെ മനസ്സിൽ വശീകരണ മന്ത്രത്തിൻ്റെ ഏടുകൾ മറിഞ്ഞു. ആ ക്ഷണം അവൾ തലതിരിച്ച് അദ്ദേഹത്തെ നോക്കി നാണത്താൽ കീഴ്ചുണ്ട് കടിച്ചു. മതി. സംതൃപ്തിയോടെ ഭദ്രൻ നമ്പൂതിരി തലയണക്കി. കെട്ടുകാഴ്ച കഴിഞ്ഞു. നേരം സന്ധ്യയായി. കാവിൽ വൈദ്യുത ദീപാലങ്കാരങ്ങൾ തെളിഞ്ഞു. ആ കറുത്ത സുന്ദരിയും മറ്റും പോയിരുന്നില്ല. ആർത്തിയോടവൾ നമ്പൂതിരിയെ നോക്കുന്നുണ്ട്. ഗൂഢമായൊരു മന്ദഹാസത്തോടെ ഭദ്രൻ നമ്പൂതിരി എണീറ്റു നടന്നു. മറ്റുള്ളവരുടെ കണ്ണു വെട്ടിച്ച് അവളും പിന്നാലെ നീങ്ങി. എല്ലാം ശ്രദ്ധിച്ചു നിന്നിരുന്ന ശേഖരൻകുട്ടി ഒരിക്കൽ കൂടി കടാരയിൽ കൈ ഉറപ്പിച്ചുകൊണ്ട് അവരെ അനുധാവനം ചെയ്തു. അരിമത്തുകാവിലെ വൈദ്യുതി വെളിച്ചത്തിൻ്റെയും അപ്പുറത്തെത്തിക്കഴിഞ്ഞിരുന്നു ഭദ്രൻ നമ്പൂതിരി. ഇനി അങ്ങോട്ട് നടപ്പാതയും അതിനിരുവശത്തും കുറ്റിക്കാടുകളുമാണ്. ആ പരിസരം തീർത്തും വിജനമായിരുന്നു. നേരിയ നാട്ടുവെളിച്ചം മാത്രമുണ്ട്. ഭദ്രൻ നമ്പൂതിരി അവിടെ നിന്നു പിന്നെ തിരിഞ്ഞു നോക്കി. ചുറ്റുപാടും ശ്രദ്ധിച്ചുകൊണ്ട് ആ കറുത്ത സുന്ദരി പിന്നാലെ വരുന്നു. നമ്പൂതിരിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മൊട്ടിട്ടു. അവൾ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞിരുന്നു. മങ്ങിയ നാട്ടുവെളിച്ചത്തിലും അവളുടെ കണ്ണുകളിലെ ആ തിളക്കം നമ്പൂതിരി കണ്ടു. നീ ഏതാ? അദ്ദേഹം തിരക്കി. ചിരിതയുടെ മോള, പതിഞ്ഞ ശബ്ദത്തിൽ അവൾ അറിയിച്ചു. ആ ശബ്ദത്തിന് പതർച്ചയുണ്ടായിരുന്നു. നെഞ്ചിടം ധൃതിയിൽ ഉയർന്നു താഴുന്നുണ്ടായിരുന്നു. രസികത്തി, നീ വാ. ഭദ്രൻ നമ്പൂതിരി കുറ്റിക്കാട്ടിലേക്ക് നടന്നു. യാതൊരു മടിയും കൂടാതെ അവൾ അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടന്നു. ആരും കടന്നു വരില്ലെന്ന് ഉറപ്പായ ഭാഗത്തെത്തിയപ്പോൾ നമ്പൂതിരി നിന്നു. അവിടെ ഒരു ചെറിയ പാറയുണ്ടായിരുന്നു. അവളുടെ കൈ പിടിച്ച് അദ്ദേഹം പാറയിലിരുന്നു. ആ കൈക്ക് വല്ലാത്തൊരു മാർദ്ദവവും ചൂടും ഉണ്ടായിരുന്നു. ഇങ്ങോട്ടടുത്തിരിക്കെ. അവൾ അനുസരിച്ചു. താണജാതിക്കാരെ തറവാടിൻ്റെ പരിസരത്ത് പോലും അടുപ്പിക്കാത്ത നമ്പൂതിരിക്ക് ഇപ്പോൾ യാതൊരു പ്രയാസവും മനസ്സിൽ തോന്നിയില്ല. നിന്റെ പേരെന്താ? സൂചി. രസികത്തി, കൊള്ളാമല്ലോ നിന്റെ പേര്. അവളെ പിടിച്ചടുപ്പിച്ച് അദ്ദേഹം ആർത്തിയോടെ ചുംബിച്ചു. അവളിൽ നിന്നും വികാരം മുറ്റിയ ഒരു സീൽക്കാരമുണ്ടായി. നമ്പൂതിരിക്ക് ധൃതിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൈവിരൽ അവളുടെ ബ്ലൗസിനുള്ളിലേക്ക് ഇറങ്ങിച്ചെന്നു. തിരുമേനി. വികാരം നിറഞ്ഞ ശബ്ദം. നിന്നെങ്ങനെ ആരെങ്കിലും രസിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. പറയുകയും ഒപ്പം അവൾ അദ്ദേഹത്തെ ഇറുകെ പുണരുകയും ചെയ്തു. മാന്ത്രിക സ്പർശനമായിരുന്നു നമ്പൂതിരിയുടെ വിരലുകൾക്ക്. അദ്ദേഹം അവളുടെ ബ്ലൗസിൻ്റെ ഹുക്കുകൾ വിടർത്തി. ബ്രായുടെ ബന്ധനം അഴിച്ചുവിട്ടു. ബന്ധനം നഷ്ടമായ രസഗോളങ്ങൾ മങ്ങിയ വെളിച്ചത്തിൽ നമ്പൂതിരി കണ്ടു. എന്തൊരു മുഴപ്പ്! ആർത്തിയോട് അദ്ദേഹം അവയിലേക്ക് മുഖം ചേർത്തു. തരളിതയാകുകയായിരുന്നു അവൾ. ഇന്നുവരെ കിട്ടിയിട്ടില്ലാത്ത അനുഭൂതിയിൽ ആറാടുകയായിരുന്നു. നമ്പൂതിരി തൻ്റെ പ്രായം പോലും വിസ്മരിച്ചു. ആർത്തി അടക്കാനാവാതെ അദ്ദേഹം അവളുടെ പാവാട ചരടിൽ കൈവച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ അവളുടെ പാവാടയും അഴിഞ്ഞു വീണു. നമ്പൂതിരിയുടെ വിരലുകൾ അവളുടെ പൊക്കിളിൽ ഇക്കിളിയുണ്ടാക്കി. പിന്നെ അത് പതിയെ താഴേക്കിറങ്ങി ചെന്നു. അവളുടെ കൊഴുത്ത തുടകൾ അദ്ദേഹത്തെ ഹരം പിടിപ്പിച്ചു. നിഗൂഢതകൾ തേരട്ട കണക്കെ ഇഴയുകയായിരുന്നു വിരലുകൾ. സൂചി. നമ്പൂതിരിയുടെ ചുണ്ട് വിറച്ചു. എൻ്റെ തിരുമേനി. അങ്ങനെ വിളിച്ചുപോയി അവൾ. നമ്പൂതിരി അവളെ പാറയിലേക്ക് ചാരി നിർത്തി. സൂചിയുടെ ശരീരത്തിലെ ഓരോ അണുവിലും വികാര വിസ്ഫോടനങ്ങൾ നടക്കുകയായിരുന്നു. ഇന്നുവരെ അനുഭവിക്കാത്തത് അനുഭവിക്കാനുള്ള ധൃതിയായിരുന്നു. എപ്പോഴൊക്കെയോ കേട്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതും നേരിട്ട് അനുഭവിക്കുന്നത് ഇപ്പോഴാണല്ലോ. നമ്പൂതിരിയും ഇനി ഒട്ടും ക്ഷമയില്ലാതെ അവളിലേക്ക് പടർന്നു കയറാൻ ഭാവിക്കുകയായിരുന്നു. പക്ഷേ ആ നിമിഷം പിന്നിൽ കുറ്റിക്കാടൊന്നും ഉലഞ്ഞു. സ്വയം മറന്നു നിന്നിരുന്ന നമ്പൂതിരിയോ സൂചിയോ ഒന്നും അറിഞ്ഞില്ല. അപ്രതീക്ഷിതമായി രസച്ചരട് പൊട്ടി. കുറ്റിക്കാടിന് പിന്നിൽ നിന്നും ശേഖരൻകുട്ടി നമ്പൂതിരിയുടെ തൊട്ടുപിറകിൽ എത്തിക്കഴിഞ്ഞിരുന്നു. തൻ്റെ പുറത്ത് ഒരു മിന്നൽ ഉണ്ടായതുപോലെയാണ് ഭദ്രൻ നമ്പൂതിരിക്ക് ആദ്യം തോന്നിയത്. അവ്യക്തമായൊരു നിലവിളി അദ്ദേഹത്തിൻ്റെ കണ്ടത്തിൽ നിന്നുയർന്നു. സൂചി കിടുങ്ങി. എന്തുണ്ടായി തിരുമേനി? നമ്പൂതിരി മിണ്ടിയില്ല. വെട്ടിത്തിരിഞ്ഞു. എന്നാൽ അപ്പോഴേക്കും ഒരു തവണ കൂടി ശേഖരൻകുട്ടിയുടെ കൈകൾ ഉയർന്നു താണു. ദിഗന്തപ്പിളരുന്ന ഒരു നിലവിളി നമ്പൂതിരിയുടെ കണ്ടത്തിൽ നിന്നുയർന്നു. സൂചി കിടിലം കൊണ്ടു. അടിമുടി വിറയ്ക്കാൻ തുടങ്ങിയവൾ. ഇരുളിൽ നിൽക്കുന്ന ശത്രുവിൻ്റെ രൂപം ഭദ്രൻ നമ്പൂതിരി കണ്ടെങ്കിലും ആളിനെ തിരിച്ചറിയാനായില്ല. നീ ജീവിച്ചത് മതിയുടെ ചെകുത്താനെ. ഇതുപോലെ ഒരവസരം കാത്ത് ഞാൻ ഇരിക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസങ്ങളായെന്നോ. ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന് ഇന്നെനിക്ക് മനസ്സിലായിടാ. അത്രയും പറഞ്ഞു കഴിഞ്ഞ് ഒറ്റയോട്ടമായിരുന്നു ശേഖരൻകുട്ടി. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് സൂചി. മരിക്കാൻ പോകുന്ന ഒരു മൃഗത്തിൻ്റേതുമാതിരി ഭദ്രൻ നമ്പൂതിരി മുരണ്ടു. കാറ്റുപിടിച്ച് ഒരു മരം കണക്കെ ആടുകയാണ് അദ്ദേഹം. പച്ചച്ചോരയുടെ ഗന്ധം അറിഞ്ഞ സൂചിക്ക് തലകറങ്ങി. അവിടെ ഇനി നിന്നാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്ത് അവളെ ഭയപ്പെടുത്തി. ധൃതിയിൽ അവൾ പാവാട എടുത്തു. ബ്ലൗസിൻ്റെ ഹുക്കുകളെല്ലാം ഇടാതെ തന്നെ അവളും ഓടിപ്പോയി. സൂചി. നമ്പൂതിരി എന്തോ പറയാൻ ഭാവിച്ചു. പക്ഷേ വാക്കുകൾ മുറിഞ്ഞു. അദ്ദേഹം ആടിക്കുഴഞ്ഞ് നിലത്തു വീണു. കാവിൽ നിന്നും മൈക്കിലൂടെ ഒഴുകിയെത്തുന്ന സിനിമാ ഗാനം. അത് കാരണം നമ്പൂതിരിയുടെ അലർച്ച പോലും ആരും കേട്ടിരുന്നില്ല. അരിമത്തുകാവിൽ ഉത്സവം കഴിഞ്ഞു. ഉത്സവപ്പറമ്പ് വിജനമായി. അവിടെ മുഴുവൻ പഴയ പത്രക്കടലാസുകളും മറ്റും ചിതറിക്കിടന്നു. മൈക്ക് സെറ്റുകാർ തങ്ങളുടെ ഉപകരണങ്ങളൊക്കെ അഴിച്ചെടുക്കുകയാണ്. ആ നേരത്താണ് ആരോ ഓടി വന്ന് പറഞ്ഞത്. അറിഞ്ഞോ? നമ്മുടെ ഭദ്രൻ നമ്പൂതിരിയെ ആരോ കുത്തിക്കൊന്നു. ആർക്കും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എപ്പോൾ? അതൊന്നും അറിയില്ല. രാത്രിയിൽ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഉടനെ ശവം എത്തിയേക്കും.
തലേന്ന് ഒരു രാജാവിൻ്റെ ഭാവത്തിൽ കാവിൽ തന്നെ ഉണ്ടായിരുന്ന ഭദ്രൻ നമ്പൂതിരിയെയാണ് പലരും അപ്പോൾ ഓർത്തത്. ചുണ്ടുകൾ കാതുകളിലേക്ക് വാർത്ത ചൊരിഞ്ഞു. ഗ്രാമം മുഴുവൻ ഇതറിയുവാൻ അധിക നേരം വേണ്ടി വന്നില്ല. കണക്കായിപ്പോയി. ഏവരുടെയും അഭിപ്രായം അതുതന്നെയായിരുന്നു. ദുഷ്ടന്മാർക്ക് ഒരുപാട് ആയുസ്സൊന്നും ദൈവം തമ്പുരാൻ കൊടുക്കില്ല. എത്ര പേരുടെ പ്രാക്കായിരിക്കും അയാൾക്ക് ഏറ്റിട്ടുണ്ടാവുക? കഷ്ടം എന്നൊന്ന് പറയുവാൻ ഗ്രാമത്തിൽ ആരും ഉണ്ടായില്ല. എന്നാലും ആർക്കായിരുന്നു ഇത്രയ്ക്ക് ചങ്കുറുപ്പ്? അയാളെ കുത്തിക്കൊല്ലുക എന്ന് പറഞ്ഞാൽ അതത്ര നിസ്സാര കാര്യമാണോ? ആ ചോദ്യത്തിന് മാത്രം ആർക്കും ഉത്തരം കിട്ടിയില്ല. ചിലപ്പോൾ കൊലയാളി ഈ നാട്ടുകാരനല്ലായിരിക്കാം. ഭദ്രൻ നമ്പൂതിരി ദ്രോഹിച്ചിട്ടുള്ളവർ ഇവിടെ മാത്രമല്ലല്ലോ. അത് ശരിയാ. ഇത്രയുമൊക്കെയായിട്ടും വിശ്വാസം വരാത്തവർ സംഭവ സ്ഥലത്തേക്ക് പോയി അവിടെ പാറയ്ക്കരികിൽ തളം കെട്ടിക്കിടക്കുന്ന ചോര കണ്ടു. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ മറ്റൊന്നുകൂടി അവിടെ ഉണ്ടായിരുന്നു. അഴിച്ചിട്ടിരിക്കുന്ന ഒരു ബ്രാ. ഇനി തിരുമേനിയെ കൊന്നത് ഒരു പെണ്ണാണോ? ആരോ അങ്ങനെ ചോദിച്ചു. അതോടെ ആൾക്കാരുടെ ചിന്ത ആ വഴിക്കായി. ഒരു കൊലപാതകം നടന്നിട്ട് ഇതുവരെയും പോലീസ് എന്താണ് എത്തിച്ചേരാത്തതെന്നും ആൾക്കാർ ചിന്തിക്കാതിരുന്നില്ല. ശവം എപ്പോൾ കൊണ്ടുവരും? ആർക്കറിയാം. ഏതായാലും ഉച്ചയ്ക്കപ്പുറം പോകില്ല. ജനങ്ങൾ നമ്പൂതിരിയുടെ ശവവും കാത്ത് ഇരിപ്പായി. അപ്പോൾ പട്ടണത്തിലെ സർക്കാർ ആശുപത്രിയിലായിരുന്നു ഭദ്രൻ നമ്പൂതിരി. ഗ്രാമത്തിൽ ആൾക്കാർ പ്രചരിപ്പിച്ചതുപോലെയായിരുന്നില്ല കാര്യങ്ങൾ. ഭദ്രൻ നമ്പൂതിരിയുടെ ശരീരത്തിൽ നിന്നും ജീവൻ്റെ അവസാന കണിക ഇനിയും വിട്ടുപോയിരുന്നില്ല. ഡോക്ടർമാർക്ക് പക്ഷേ ഉറപ്പൊന്നും പറയാൻ കഴിയില്ലെന്ന് മാത്രം. ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലാണ് നമ്പൂതിരി. രക്തം ധാരാളം നഷ്ടമായിരുന്നു. ഇപ്പോൾ പകരം രക്തം അദ്ദേഹത്തിൻ്റെ സിരകളിലേക്ക് കടത്തിവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഐസുവിന് പുറത്ത് ഒരു കസേരയിൽ ദുഃഖഭാരത്തോടെ താടിക്ക് കൈകൊടുത്ത് ചിന്താഭാരത്തോടെ ഇരിക്കുകയായിരുന്നു താത്രിക്കുട്ടി. ഇപ്പോൾ അവളെ കണ്ടാൽ ഒരു രാജകുടുംബത്തിലെ അംഗമാണെന്നേ ആരും പറയൂ. അവിടെ വരുന്നവരും പോകുന്നവരും എല്ലാം നോക്കുന്നത് അവളെ തന്നെയാണ്. ഒരു കസേരയ്ക്കപ്പുറത്ത് 20 വയസ്സോളം തോന്നിക്കുന്ന ആരോഗ്യവാനും സുമുഖനുമായ ഒരു യുവാവ് ഇരിപ്പുണ്ടായിരുന്നു. പാൻറ്റും അയഞ്ഞ കട്ടിത്തുണികൾ കൊണ്ടുള്ള ജുബ്ബയുമായിരുന്നു അവൻ്റെ വേഷം. അവനാണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഭദ്രൻ നമ്പൂതിരിയെ കണ്ടതും ഇല്ലത്ത് വിവരം അറിയിച്ച ശേഷം ആംബുലൻസ് കൊണ്ടുവന്ന് അദ്ദേഹത്തെ ഇവിടെ എത്തിക്കാൻ സഹായിച്ചതും. രാത്രി ഇടവഴിയിലൂടെ ടോർച്ചും തെളിച്ചു വരികയായിരുന്നു ആ യുവാവ്. മൈക്കിൻ്റെ ശബ്ദത്തിനിടയിലും കുറ്റിക്കാട്ടിൽ എന്തോ ഞരക്കം കേട്ടു നോക്കിയ അവൻ നമ്പൂതിരിയെ കാണുകയായിരുന്നു. സമയം 9 മണി. താത്രിക്കുട്ടി ഇതുവരെ ജലപാനം പോലും നടത്തിയിട്ടില്ല. ഇത്രയുമൊക്കെ സഹായം ചെയ്ത ആ യുവാവിനോട് ഒരു വാക്ക് നന്ദി പറഞ്ഞിട്ടില്ല. അവൻ്റെ പേര് പോലും ചോദിച്ചില്ല. രക്തവും മറ്റും ഏർപ്പാടാക്കിയതും ആവശ്യത്തിനുള്ള മരുന്നുകൾ പുറത്തുനിന്നും വാങ്ങിക്കൊണ്ടുവന്നതുമൊക്കെ അവരാണ്. ഒരുപക്ഷെ അവൻ വന്നില്ലായിരുന്നെങ്കിൽ നമ്പൂതിരിയുടെ ശവം മാത്രമേ തനിക്ക് കാണാൻ കഴിയുമായിരുന്നുള്ളൂ എന്ന് താത്രിക്കുട്ടി ഓർത്തു. ഗ്രാമത്തിലെ ഒറ്റ മനുഷ്യജീവി പോലും സഹായിക്കുമായിരുന്നില്ല. അവൻ തോളിന് താഴെ വരെ മുടി നീട്ടി വളർത്തിയിരുന്നു. 4 ഇഞ്ചോളം താടിയും. കൗശലം നിറഞ്ഞ കണ്ണുകളായിരുന്നു അവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സമയം കടന്നു പോകുകയാണ്. 10 മണിയായപ്പോൾ അവൻ താത്രിക്കുട്ടിയുടെ തൊട്ടടുത്ത കസേരയിൽ വന്നിരുന്നു. തമ്പുരാട്ടി. ഒരു സ്വപ്നലോകത്തിൽ നിന്നെന്ന വണ്ണം ഞെട്ടിയുണരുകയായിരുന്നു താത്രിക്കുട്ടി. അവൻ പതിയെ ചിരിച്ചു. തമ്പുരാട്ടി ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ. വിരോധമില്ലെങ്കിൽ ഞാൻ പുറത്തുനിന്നും ചായ വാങ്ങിക്കൊണ്ടുവരാം, അവൻ പറഞ്ഞു. അതല്ലെങ്കിൽ ഹോട്ടലിൽ പോയി എന്തെങ്കിലും കഴിക്കാം. അവൾ അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ആ കണ്ണുകളുടെ കാന്തശക്തിയെ അഭിമുഖീകരിക്കാൻ കഴിയാതെ അവൾ പെട്ടെന്ന് തല കുനിച്ചു കളഞ്ഞു. എന്നിട്ട് അറിയിച്ചു, എനിക്കിപ്പോൾ ഒന്നും വേണ്ട. തിരുമേനിക്ക് ഒന്നും സംഭവിക്കില്ലെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അതുകൊണ്ട് തമ്പുരാട്ടിക്ക് വേണമെങ്കിൽ ഇല്ലത്തേക്ക് പോകാം. ഇവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നോക്കിക്കൊള്ളാം. അവൾ ഒരിക്കൽ കൂടി മിഴികൾ ഉയർത്തി അവനെ നോക്കി. ക്ഷമിക്കണം, ഇതുവരെ ഞാൻ പേര് പോലും ചോദിച്ചില്ല, അവൻ മന്ദഹസിച്ചു. ഇപ്പോഴെങ്കിലും ചോദിച്ചല്ലോ. ഞാൻ പ്രവീൺ രാജ്. ഈ ഗ്രാമത്തിലുള്ളതാണോ? അല്ല, കുറേ അകലെ നിന്നും വരികയാ. ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത് ഞാൻ വന്നത് ഭദ്രൻ നമ്പൂതിരിയെ കാണാൻ വേണ്ടി തന്നെയായിരുന്നു. താത്രിക്കുട്ടിക്ക് അത്ഭുതം അടക്കാനായില്ല. അവനോട് എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴേക്കും ഐസുവിൻ്റെ വാതിൽ തുറന്ന് ഒരു നേഴ്സ് പുറത്തു വന്നു. ആരാ ഭദ്രൻ നമ്പൂതിരിയുടെ ആൾക്കാർ? അവൾ തിരക്കി. ഞങ്ങളാ. ആദ്യം ചാടിയെണീറ്റത് പ്രവീൺ രാജ് തന്നെയായിരുന്നു. ഒരു ഗുഡ് ന്യൂസ്. നിങ്ങളുടെയൊക്കെ കാത്തിരിപ്പിനും പ്രാർത്ഥനയ്ക്കും ഫലമുണ്ടായിരിക്കുന്നു. ഭദ്രൻ നമ്പൂതിരിക്ക് ബോധം വീണു. ഇനിയൊട്ടും ഭയപ്പെടാനില്ല. സന്തോഷത്താൽ താത്രിക്കുട്ടിയും പ്രവീൺ രാജും മുഖാമുഖം നോക്കി. ഞങ്ങൾക്ക് ഇപ്പോൾ അദ്ദേഹത്തെ ഒന്ന് കാണാൻ സാധിക്കുമോ സിസ്റ്റർ? പ്രവീൺ തിരക്കി. സോറി, അതിന് മാത്രം അനുവാദമില്ല. നേഴ്സ് തിരികെ അകത്തേക്ക് പോയി. സന്തോഷമായല്ലോ തമ്പുരാട്ടിക്ക്. ഇനി ഇല്ലത്ത് പോയി കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു വരിക. അതുവരെയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. എന്നിട്ടും താത്രിക്കുട്ടി ഒന്നും മടിച്ചു. പ്രവീൺ രാജ് പ്രോത്സാഹിപ്പിച്ചു. പേടിക്കേണ്ടതേ, ഞാനുണ്ടാവും ഇവിടെ എന്തിനും. ആ വാചകം അവൻ ഇത്തിരി കടുപ്പിച്ച് തന്നെയാണ് പറഞ്ഞത്. താത്രിക്കുട്ടിക്ക് എതിർക്കാൻ കഴിഞ്ഞില്ല. എങ്കിൽ ഞാൻ പോയിട്ട് വരാം. കാറ് ഇവിടെ കിടപ്പുണ്ടല്ലോ. അവൾ എണീറ്റു. ഇടനാഴിയുടെ അങ്ങേയറ്റത്ത് അവൾ മറയുന്നതുവരെ പ്രവീൺ രാജ് അവളെ തന്നെ നോക്കിയിരുന്നു. ഈ സമയം ഭദ്രൻ നമ്പൂതിരിയുടെ ഇല്ലത്തിനരികത്തും റോഡ് വക്കത്തുമൊക്കെ ധാരാളം ആൾക്കാർ കൂടി നിൽപ്പുണ്ടായിരുന്നു. ഏതു നിമിഷവും മൃതദേഹം എത്തിയേക്കും. ദുഷ്ടനായ നമ്പൂതിരിയെ അവസാനമായി ഒന്ന് കാണണം. സുന്ദരൻ്റെ അച്ഛൻ ശേഖരൻകുട്ടിയും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. തൻ്റെ കത്തിമുനയിൽ നമ്പൂതിരിയുടെ ജീവിതം അവസാനിപ്പിച്ചതിൻ്റെ ക്രൂരമായ ഒരു സന്തോഷത്തിലായിരുന്നു അയാൾ. മൃതദേഹം എത്താൻ താമസിക്കും തോറും ആൾക്കാരുടെ ക്ഷമ നശിക്കുകയായിരുന്നു. ഈ നേരത്താണ് അകലെ നിന്നും കാർ വരുന്നത് കണ്ടത്. കാറിൻ്റെ പിന്നാലെ കാണും ആംബുലൻസ്, ആരോ വിളിച്ചു പറഞ്ഞു. അതോടെ റോഡ് വക്കത്ത് നിന്നവർ ഇല്ലത്തിനരികിലേക്ക് നീങ്ങാൻ തുടങ്ങി. കാർ എത്തി. ആൾക്കാർ അതിനുള്ളിലേക്ക് ഉറ്റുനോക്കി. താത്രിക്കുട്ടിയെ കണ്ടു.
ഇത്രയും ആൾക്കാരെ ഒന്നിച്ചു കണ്ടപ്പോൾ താത്രിക്കുട്ടി ഒന്ന് പതറി. കാർ ഇല്ലത്തിന് മുന്നിൽ നിന്നു. അപ്പോഴേക്കും ആൾക്കാരും ഒപ്പമെത്തി. എപ്പോഴാ ശവം കൊണ്ടുവരിക? ഡ്രൈവറോട് ആരോ തിരക്കുന്നത് ഉമ്മറത്തേക്ക് കയറുകയായിരുന്ന താത്രിക്കുട്ടി കേട്ടു. അവൾ നിന്നു. തോളിന് മുകളിലൂടെ തല തിരിച്ച് അവരെ നോക്കി. മറുപടി നൽകിയതും അവൾ തന്നെയായിരുന്നു. സംസാരശേഷിയില്ലാത്ത ആ പാവത്തിനെ ബുദ്ധിമുട്ടിക്കണ്ട, ഞാൻ പറയാം. എല്ലാവരും അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. നിങ്ങൾക്കൊന്നും സന്തോഷിക്കാൻ നേരമായിട്ടില്ല. കാരണം അദ്ദേഹം മരിച്ചിട്ടില്ല. നട്ടുച്ചയ്ക്ക് തലയ്ക്ക് മുകളിൽ ഒരു ഇടിവെട്ടിയ അനുഭവമായിരുന്നു ആൾക്കാർക്ക്. ഒരു നെല്ലിയില വീണാൽ കേൾക്കാവുന്ന കനത്ത നിശബ്ദത അവിടെ പരന്നു. താത്രിക്കുട്ടി വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് പോയി. ജനങ്ങൾക്കൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ചോര വാർന്ന് അവിടെ കിടന്നിരുന്നത് നമ്പൂതിരിയുടെ മൃതദേഹമായിരുന്നില്ലെന്നോ? നേരാണോടോ? ആരോ ഡ്രൈവറോട് തിരക്കി. അവൻ തലകുലുക്കി. ഇല്ലത്തെ എത്തുന്ന കാലത്ത് അവന് സംസാരശേഷിയുണ്ടായിരുന്നു. പിന്നീട് തൻ്റെ രഹസ്യങ്ങളൊന്നും അവൻ പുറത്തു പറയാതിരിക്കാൻ ഭദ്രൻ നമ്പൂതിരി അവൻ്റെ സംസാരശേഷി നശിപ്പിച്ചതാണെന്നാണ് ആൾക്കാർ വിശ്വസിക്കുന്നത്. വളരെ സന്തോഷത്തോടെ വന്ന ജനങ്ങൾ സന്താപത്തോടെ മടങ്ങി. കുളിയും ഭക്ഷണവും ഒക്കെ കഴിഞ്ഞ് 2 മണിക്കൂറിനുള്ളിൽ കാറിൽ തന്നെ താത്രിക്കുട്ടി ആശുപത്രിയിലേക്ക് മടങ്ങി. അപ്പോൾ പ്രവീൺ രാജിന് ഭക്ഷണം കരുതുവാനും അവൾ മറന്നിരുന്നില്ല. ആശുപത്രി താത്രിക്കുട്ടി ചെല്ലുമ്പോൾ പ്രവീൺ രാജ് കസേരയിൽ പിന്നോട്ട് ചാരി കണ്ണടച്ചിരിക്കുകയായിരുന്നു. ഉറങ്ങുകയല്ലെന്ന് വ്യക്തം. ഗാഢമായ ഏതോ ചിന്തയിലാണ്. താത്രിക്കുട്ടി വിളിക്കാതെ തന്നെ അവൻ കണ്ണു തുറന്നു. അവൾ അത്ഭുതം കൂറി. വെറുതെ കണ്ണടച്ചിരിക്കുകയായിരുന്നു അല്ലേ? അതെ, പക്ഷേ തമ്പുരാട്ടി അപ്പുറത്ത് വന്നപ്പോഴേ ഞാൻ അറിഞ്ഞു. എങ്ങനെ? അവൾക്ക് അത്ഭുതം. കാച്ചനയുടെ ഗന്ധം ഇവിടെ വരെ വന്നു. അവൾ വശ്യത തോന്നിക്കും വിധം ചിരിച്ചു. ആ, പ്രവീണിന് ഞാൻ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. അതെയോ? ബുദ്ധിമുട്ടേണ്ടിയിരുന്നില്ല. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ഞാൻ ഏതെങ്കിലും ഹോട്ടലിൽ നിന്നും കഴിക്കുമായിരുന്നല്ലോ. താത്രിക്കുട്ടി പിന്നെയും ചിരിച്ചു. അപ്പോൾ അവളുടെ കവിളുകളിൽ നുണക്കുഴികൾ തെളിഞ്ഞു. കണ്ണുകൾ ഇത്തിരി ചെറുതായി, മാറിടങ്ങളൊന്ന് കുലുങ്ങി. ഏത് ഹൃദയത്തെയും ഇളക്കാനുള്ള ശക്തിയുണ്ടായിരുന്നു അവളുടെ ആ ഭാവത്തിന്. ബുദ്ധിമുട്ടോ? എനിക്കോ? ചിരി നിർത്തിയിട്ട് അവൾ ചോദിച്ചു. ഇന്നലെ രാത്രി മുതൽ പ്രവീൺ എന്തുമാത്രം ബുദ്ധിമുട്ടിയിരിക്കുന്നു? അതിൻ്റെ 10-1 വരുമോ ഇത്? അവൻ മറുപടി പറഞ്ഞില്ല. ഏതായാലും തമ്പുരാട്ടി കൊണ്ടുവന്ന ഭക്ഷണമല്ലേ. ഈ മുഖശ്രീയുടെ കൈപ്പുണ്യം എങ്ങനെയുണ്ടാവുമെന്നും ഒന്നറിയാമല്ലോ. ഞാൻ അടുത്തൊരു ഹോട്ടലിൽ റൂമെടുക്കാൻ പോവുകയാണ്. അപ്പോൾ പിന്നെ കുളിക്കാനും മറ്റും പ്രയാസമുണ്ടാവില്ല. താത്രിക്കുട്ടി നീട്ടിയ ഭക്ഷണപ്പൊതിയുമായി അവൻ എണീറ്റു. തൻ്റെ ഒരു ചെറിയ ബാഗുള്ളത് കസേരയ്ക്കിടയിൽ വെച്ചിരിക്കുകയായിരുന്നു അവൻ. അതും എടുത്ത് ഒരിക്കൽ കൂടി താത്രിക്കുട്ടിയെ ഒന്ന് നോക്കിയിട്ട് അവൻ പുറത്തേക്ക് നടന്നു. വൈകിട്ട് 5 മണിയായപ്പോൾ താത്രിക്കുട്ടിയെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ ഭദ്രൻ തിരുമേനിയുടെ അരികിലേക്ക് കയറ്റിവിടുവാൻ ഡോക്ടർ സമ്മതിച്ചു. പക്ഷേ ഒരു വ്യവസ്ഥ: രോഗിയെ സംസാരിപ്പിച്ച് ബുദ്ധിമുട്ടിക്കരുത്. ഒന്ന് കാണുക, പോരുക, അതേ ആകാവൂ. ഡോക്ടറിൽ നിന്നും ഇങ്ങനെ ഒരു നിർദ്ദേശം കിട്ടാൻ കാരണക്കാരൻ പ്രവീൺ രാജാണ്. അവനാണ് ഡോക്ടറോട് പറഞ്ഞത് താത്രിക്കുട്ടിയെ അകത്തേക്ക് വിടാനുള്ള അനുവാദം വാങ്ങിയത്. അതോടെ താത്രിക്കുട്ടിക്ക് അവനിലുള്ള വിശ്വാസം വർദ്ധിക്കുകയായിരുന്നു. കഴിവിലുള്ള മതിപ്പ് കൂടുകയായിരുന്നു. താത്രിക്കുട്ടി ഭദ്രൻ നമ്പൂതിരിയെ കണ്ടു. കണ്ണു തുറന്ന് കിടക്കുകയായിരുന്നു അദ്ദേഹം, നിശ്ചലനായിട്ട്. കടുത്ത വേദന അനുഭവിക്കുന്നുണ്ടെന്ന് ആ മുഖം കണ്ടാൽ മനസ്സിലാകുമായിരുന്നു. താത്രിക്കുട്ടിയുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പി. ആശ്വസിപ്പിക്കും പോലെ അദ്ദേഹം അവളെ നോക്കി കണ്ണടച്ചു. നമ്പൂതിരിയുടെ കൈത്തണ്ടയിലേക്ക് അപ്പോഴും ഗ്ലൂക്കോസും മരുന്നും പ്രവേശിക്കുന്നുണ്ടായിരുന്നു. 1 മിനിറ്റോളം മിങ്ങിപ്പൊട്ടിക്കൊണ്ട് താത്രിക്കുട്ടി നിന്നു. അപ്പോഴേക്കും നേഴ്സ് അടുത്തു വന്നു. മതി, ഇനി പുറത്തു പോകണം. കണ്ണു തുറച്ച് താത്രിക്കുട്ടി തിരിഞ്ഞു നടന്നു. ഭദ്രൻ നമ്പൂതിരി ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. തനിക്ക് ഇത് സംഭവിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് വ്യക്തമായി ഓർക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇരുളിൽ പ്രത്യക്ഷപ്പെട്ട ആ ശത്രുവിനെ മാത്രം തിരിച്ചറിയാനാവുന്നില്ല. തന്നോട് പ്രതികാരം ചെയ്യാൻ മാത്രം പാകത്തിൽ ഗ്രാമത്തിൽ ഒരു ശത്രുവിന് ധൈര്യം ഉണ്ടായിരിക്കുന്നു എന്നത് ഇത്തിരിപ്പോലും വിശ്വസിക്കാനാവുന്നില്ല. സുരതത്തിനുള്ള തീവ്രമായ അഭിലാഷത്തിന് ഇടയിലായതിനാലാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയത്. അല്ലെങ്കിൽ 10 വാര അകലെ എത്തും മുമ്പ് തന്നെ താൻ ശത്രു സാന്നിധ്യം തിരിച്ചറിഞ്ഞേനെ. സൂചി ഇപ്പോഴും മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. എന്തൊരു കരുത്താണ് അവൾക്ക്! എന്തൊരു ആവേശമായിരുന്നു ആ നിമിഷങ്ങളിൽ! അവളെ ഒന്ന് ഉപയോഗിക്കാൻ കഴിയാഞ്ഞതിൻ്റെ കുണ്ഠിതം ഇനിയും മാറിയിട്ടില്ല. അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ രക്തം ചൂട് പിടിക്കുന്നു. അവളുടെ ചുടുനിശ്വാസം മുഖത്ത് തട്ടുന്നത് പോലെ. എന്തായാലും ഭദ്രൻ നമ്പൂതിരി ഒന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ശത്രു ആരുമായിക്കൊള്ളട്ടെ, അവന് ഈ രാത്രിക്കപ്പുറം ജീവിതമില്ല. ഒപ്പം തന്നെ ആ കുറ്റിക്കാട്ടിൽ നിന്നും ആരാണ് രക്ഷിച്ചതെന്ന് അറിയണമെന്ന ആഗ്രഹവും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. പക്ഷേ എല്ലാം ചെയ്യാനും അറിയാനും കഴിയുന്ന അവസ്ഥയിലല്ലോ താനിപ്പോൾ. നിലവറയിൽ പരദേവതകൾക്ക് വിളക്ക് വച്ചേ പറ്റൂ. ഏതെങ്കിലും മൂർത്തികളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാവുന്നതേ ഉള്ളൂവെങ്കിലും പരദേവതകൾക്ക് അത് ഇഷ്ടമാകില്ല. ശുദ്ധിയോടെ ഏതെങ്കിലും പുരുഷൻ തന്നെ അത് ചെയ്യണം. ഗ്രാമത്തിൽ തന്നെ സഹായിക്കാൻ ഒരു പട്ടി പോലും ഉണ്ടാവില്ല. സ്ത്രീകൾക്ക് നിലവറയിൽ പ്രവേശനം പോലുമില്ല താനും. എത്രയും വേഗം ഇതിനൊരു പോംവഴി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. സമയമിഴഞ്ഞു. സന്ധ്യ വന്നു. ആശുപത്രിക്കുള്ളിൽ ലൈറ്റുകൾ തെളിഞ്ഞു. ICUവിൽ ആയിരുന്നതിനാൽ ഭദ്രൻ നമ്പൂതിരിക്ക് സമയത്തെക്കുറിച്ച് യാതൊരു ധാരണയും കിട്ടിയില്ല. ഒരു നേഴ്സിനോടാണ് അദ്ദേഹം സമയം തിരക്കിയത്. 8:30 കഴിഞ്ഞു, അവൾ പറഞ്ഞു. പിന്നീട് അങ്ങോട്ടുള്ള സമയം നമ്പൂതിരി സ്വയം കണക്കുകൂട്ടി. രാത്രി 11 മണി. ഭദ്രൻ നമ്പൂതിരിയുടെ നാവിൽ മഹാമന്ത്രങ്ങളുടെ ഉരുക്കഴിഞ്ഞു. നിമിഷങ്ങൾ. തിരുമേനിയുടെ ഹൃദയം ധൃതിയിൽ മിടിക്കാൻ തുടങ്ങി. വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്നവരാണ് തൻ്റെ മൂർത്തികൾ. പക്ഷേ ഇദ്ദേഹത്തിന് തിരശ്ശീല വീഴുവാൻ അധിക നേരത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിനുള്ളിൽ തൻ്റെ മൂർത്തിയുടെ സാന്നിധ്യം തിരിച്ചറിയുക തന്നെ ചെയ്തു ഭദ്രൻ നമ്പൂതിരി.
ഘോരരൂപിണിയായ ചുടലപ്പിശാചിൻ്റെ രൂപം തിരുമേനി ഉൾക്കണ്ണുകളാൽ ദർശിക്കുകയും ചെയ്തു. ICUവിൽ അളിഞ്ഞ മാംസത്തിൻ്റെ ഗന്ധം നിറഞ്ഞു. അതിനുള്ളിൽ ഉണ്ടായിരുന്ന ഡോക്ടർമാരും നഴ്സുമാരും കാര്യം മനസ്സിലാകാതെ മൂക്കുപൊത്തി. അത്യാസന്ന നിലയിൽ കിടന്നിരുന്ന രോഗികൾ ദുർഗന്ധത്താൽ പുളഞ്ഞുപോയി. ഭദ്രൻ നമ്പൂതിരിക്ക് മാത്രം യാതൊരു കുഴപ്പവുമില്ലായിരുന്നു. അദ്ദേഹം മൂർത്തിയെ പ്രീണിപ്പിക്കുന്ന മന്ത്രം ചൊല്ലി. ചുടലപ്പിശാച് സംതൃപ്തയായി. ഭദ്ര, നിനക്കെന്ത് വേണം? പറഞ്ഞോളൂ. അദ്ദേഹത്തിന് മാത്രമേ ആ ശബ്ദം കേൾക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ഭക്തൻ്റെ ഈ അവസ്ഥ കണ്ടില്ലേ? ഉൾക്കണ്ണുകളിൽ എനിക്ക് ശത്രുവിനെ തന്നെ കാണണം. പിന്നെ ഈ രാത്രി തന്നെ ശത്രു ഇല്ലാതെയാകണം. നിന്റെ ആഗ്രഹം പോലെ. കണ്ണുകൾ ഇറുക്കിയടച്ചോളൂ. ഭദ്രൻ നമ്പൂതിരി അപ്രകാരം ചെയ്തു. മനക്കണ്ണുകളിൽ ഉടനെ ആ രൂപം തെളിയുകയും ചെയ്തു. ശേഖരൻകുട്ടിയുടെ രൂപം. അറിയാതെ തന്നെ ഭദ്രൻ തിരുമേനി പല്ലുകൾ കടിച്ചമർത്തിപ്പോയി. ഇവനായിരുന്നോ എനിക്ക് ഇവിടെ നൽകിയാലും? മൂർത്തിയുടെ ശബ്ദം. പോയിക്കോളൂ. പക്ഷേ അവൻ്റെ മരണം എത്രയും ക്രൂരമായിരിക്കണം. അങ്ങനെ തന്നെ. ചുടലപ്പിശാച് അവിടെ നിന്നും പോയി എന്ന് ഭദ്രൻ നമ്പൂതിരി മനസ്സിലാക്കി. ICUവിനുള്ളിലെ ആ ദുർഗന്ധം ഇല്ലാതാകുവാൻ തുടങ്ങി. ഡോക്ടർമാരും നഴ്സുമാരുമെല്ലാം അപ്പോഴേക്കും മൂക്കുപൊത്തിക്കൊണ്ട് ദുർഗന്ധത്തിൻ്റെ ഉറവിടം തേടുകയായിരുന്നു. ജനാലകൾ തുറന്നിട്ടുകൊണ്ട് അവർ കൂടിയ വേഗത്തിൽ ഫാനുകൾ പ്രവർത്തിപ്പിക്കുകയും AC ഓഫ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതേസമയം ശേഖരൻകുട്ടിയുടെ ഭാര്യയും നല്ല ഉറക്കത്തിലായിരുന്നു. തൻ്റെ പേര് ചൊല്ലി ആരോ വിളിക്കുന്നത് പോലെ തോന്നിയതിനാൽ ശേഖരൻകുട്ടി ഞെട്ടിയുണർന്നു. ഒരിക്കൽ കൂടി ആ ശബ്ദം കേട്ടു. ആരാ? അയാൾ തിരക്കി. മറുപടിയില്ല. കനത്ത ഇരുട്ട് മാത്രം. മുറിക്കുള്ളിൽ അപ്പോൾ അഴുകിയ മാംസത്തിൻ്റെ ഗന്ധം നിറയുകയായിരുന്നു. ആരാ? ശേഖരൻകുട്ടി പിന്നെയും ചോദിച്ചു. അതിനും ഉത്തരമുണ്ടായില്ല. അസഹ്യമായ നാറ്റം കാരണം അയാളുടെ ഭാര്യയും ഞെട്ടിയുണർന്നു. എന്താ ഇത്? ശവം നാറും പോലെ. എനിക്കറിയത്തില്ലടി. അയാളുടെ ശബ്ദം വിറച്ചു. ഒപ്പം ശേഖരൻകുട്ടി തലയണയ്ക്കിടയിൽ നിന്നും കടാര എടുക്കുകയും ചെയ്തിരുന്നു. തങ്ങളുടെ മുറിക്കുള്ളിൽ ആരോ ഉണ്ടെന്ന് തന്നെ അയാൾക്ക് ഉറപ്പായി. പിന്നെയും ആരാ എന്ന് ചോദിക്കാൻ ഭാവിക്കുകയായിരുന്നു അയാൾ. പൊടുന്നനെയാണ് മുന്നിൽ ആ രൂപം തെളിഞ്ഞത്. കണ്ടാൽ ഭീതി തോന്നുന്ന ഒരു വികൃത രൂപം. പഴുത്തളഞ്ഞ ഒരു ശവത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും മാംസം ഇറുന്നു പോയിരിക്കുന്നു. ചില ഭാഗങ്ങളിലൂടെ ചോര ഒലിച്ചിറങ്ങുന്നു. ആ രൂപം വായി തുറന്നപ്പോൾ പല്ലുകൾ ഇളകിയാടി. ഒറ്റ അലർച്ചയോടെ ശേഖരൻകുട്ടിയുടെ ഭാര്യയ്ക്ക് സ്വബോധം നഷ്ടമായി. അയാൾക്ക് അതിനും കഴിഞ്ഞില്ല. സ്വപ്നത്തിലും യാഥാർത്ഥ്യത്തിനും ഇടയ്ക്കുള്ള ഒരു പ്രത്യേക അവസ്ഥയിൽ ധരിച്ചിരുന്നു. ആ രൂപം മുന്നോട്ടെടുത്തു. ശേഖരൻകുട്ടിയുടെ കയ്യിൽ നിന്നും കടാര പിടിവിട്ട് വീണു. ആ രൂപം കൈകൾ മുന്നോട്ട് നീട്ടി. വിരലിൽ നിന്നും നഖങ്ങൾ നീണ്ടുവന്നു. ആ രൂപത്തിൻ്റെ കൈകൾ ശേഖരൻകുട്ടിയുടെ കഴുത്തിനു ചുറ്റും ഒരു വലയം തീർത്തു. കാലുകൾ ശേഖരൻകുട്ടിയുടെ നെഞ്ചിൽ അമർന്നു. അയാൾക്ക് പിടയണമെന്നുണ്ടായിരുന്നു. കഴിഞ്ഞില്ല. ആ രൂപം ശേഖരൻകുട്ടിയുടെ തല വലിച്ചു പറിച്ചു. അപ്പോൾ മാത്രം അയാൾ ഒന്നലറി. പക്ഷേ ആ ശബ്ദം ഇടയ്ക്ക് വെച്ച് മുറിയുകയും ചെയ്തു. ശിരസിനോടൊപ്പം അന്നനാളവും ഹൃദയവും മറ്റും ഉയർന്നു വന്നു. ചോര മുറിക്കുള്ളിൽ ഒരു വലയം തീർത്തു. ചുടലപ്പിശാചിൻ്റെ അലർച്ച ആ ചെറിയ വീടിൻ്റെ ഭിത്തികൾക്ക് കുലുക്കമുണ്ടാക്കി. ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിന് മുന്നിൽ കസാരയിലിരുന്ന് താത്രിക്കുട്ടി ഉറക്കം തൂങ്ങുന്നത് പ്രവീൺ രാജ് കണ്ടു. തമ്പുരാട്ടി, ഏയ്! അവൾ ഞെട്ടിയുണർന്നു. ഇങ്ങനെ ഇരുന്നുറങ്ങുന്നത് എന്തിനാ? ഞാൻ മുറിയെടുത്തിരിക്കുന്ന ലോഡ്ജ് ഇവിടെ അടുത്ത് തന്നെയാ. അവിടെ പോയി കിടന്ന് ഉറങ്ങിക്കോളൂ. ഞാൻ കൊണ്ടാക്കാം. അതല്ലെങ്കിൽ കാറിൽ ഇല്ലത്തേക്ക് തന്നെ പോയിക്കോളൂ. രാവിലെ മടങ്ങി വന്നാൽ മതി. ഇവിടുത്തെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. താത്രിക്കുട്ടി നന്ദിയോടെ അവനെ നോക്കി. വേണ്ട പ്രവീൺ, ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ ഇരുന്നോളാം. പ്രവീൺ വേണമെങ്കിൽ പോയി ഉറങ്ങിക്കോളൂ. നല്ല കഥയായി. തമ്പുരാട്ടിയെ ഇവിടെ തനിച്ചിരുത്തിയിട്ടോ? അതിനേതായാലും ഞാൻ ഒരുക്കമല്ല. താത്രിക്കുട്ടി ചിരിച്ചു. തനിക്ക് യാതൊരു മുൻപരിചയവുമില്ലാത്ത ഈ ചെറുപ്പക്കാരൻ എന്തിനാണ് ഇത്രമാത്രം ബുദ്ധിമുട്ടുന്നതെന്ന് അവൾ ചിന്തിക്കുകയും ചെയ്തു. പിന്നെ അവൾ ഒരു കുസൃതിയോടെ ഇങ്ങനെയും ഓർത്തു. തന്നെ പോലെയുള്ള ഒരു സുന്ദരിക്ക് എന്തു സഹായവും ചെയ്തു തരാൻ ചെറുപ്പക്കാരുണ്ടാവും. പക്ഷേ ഇവനെ കണ്ടിട്ട് അരുതാത്ത ചിന്തകളൊന്നും മനസ്സിൽ കൊണ്ട് നടക്കുന്നവനാണെന്ന് തോന്നുന്നില്ല. പിറ്റേന്ന് ഗ്രാമവാസികൾ ഉണർന്ന് നടുക്കം കൊള്ളിക്കുന്ന ആ വാർത്ത കേട്ടുകൊണ്ടാണ്. ശേഖരൻകുട്ടി ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. അടുത്ത് തന്നെ അയാളുടെ ഭാര്യയും മരിച്ചു കിടക്കുന്നു. ഗ്രാമീണർ മുഴുവൻ ആ വീടിനു മുന്നിൽ തടിച്ചുകൂടി. അകത്തെ കാഴ്ച ഏവരെയും ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു. ഒന്ന് നോക്കിയവർ ഒന്നുകൂടി നോക്കാനുള്ള കരുത്തില്ലാതെ പിന്തിരിഞ്ഞു. വാർത്തയറിഞ്ഞ പോലീസും എത്തിച്ചേർന്നു. എന്നാൽ അടഞ്ഞുകിടന്നിരുന്ന വീടിനുള്ളിൽ കൊലയാളി എങ്ങനെ കയറിയെന്നോ യാതൊരു ആയുധവുമില്ലാതെ ഇത്തരത്തിൽ ഒരു കൊലപാതകം എങ്ങനെ നടത്തിയെന്നോ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ ശേഷം ശേഖരൻകുട്ടിയുടെയും ഭാര്യയുടെയും ശരീരങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. ദിവസങ്ങൾ കഴിഞ്ഞു. ഭദ്രൻ നമ്പൂതിരിയെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ നിന്നും ഒരു റൂമിലേക്ക് മാറ്റി. അവിടെ വെച്ചാണ് ഭദ്രൻ നമ്പൂതിരി പ്രവീൺ രാജിനെ കാണുന്നതും എന്താണ് ആഗമനോദ്ദേശമെന്ന് തിരക്കുന്നതും. അതിനു മുമ്പ് അവൻ താൻ കുത്തേറ്റ് കിടക്കുന്ന നമ്പൂതിരിയെ കാണുവാൻ ഇടയായ സാഹചര്യവും മറ്റും അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. ഭദ്രൻ നമ്പൂതിരിയുടെ ചോദ്യത്തിന് ഇത്തിരി കഴിഞ്ഞാണ് അവൻ ഉത്തരം നൽകിയത്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് പ്രയോജനമുണ്ടോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. താൻ എന്തായാലും കാര്യം പറഞ്ഞോളൂ, തിരുമേനി പ്രോത്സാഹിപ്പിച്ചു. തൻ്റെ ജീവൻ രക്ഷിച്ച ആൾ എന്നതിനേക്കാൾ ഉപരി മറ്റു ചിലതൊക്കെയാണ് അപ്പോൾ നമ്പൂതിരിയുടെ മനസ്സിൽ ഉണ്ടായിരുന്നത്. ഒരു നമ്പൂതിരി തന്നെയാണ് ഞാനും. പക്ഷേ ഉപനയനമോ മറ്റോ ഇന്നേ വരെ നടത്തിയിട്ടില്ല. അതിനുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നേ എനിക്കിപ്പോൾ പറയാൻ കഴിയൂ. ഭദ്രൻ നമ്പൂതിരിയുടെ കണ്ണുകൾ വല്ലാതെ ഒന്ന് തിളങ്ങി. പ്രവീൺ രാജ് തുടർന്നു. നമ്പൂതിരിയാണെന്ന് ആരും അറിയാതിരിക്കാനാണ് എൻ്റെ വീട്ടുകാർ എനിക്ക് ഇങ്ങനെയൊരു പേരിട്ടതും. ദീർഘിപ്പിക്കാതെ ഞാൻ കാര്യം പറയാം.
അങ്ങ് മഹാനായ ഒരു മാന്ത്രികനാണെന്ന് കേട്ടിട്ടുണ്ട്. അതിനാൽ അങ്ങയിൽ നിന്നും മാന്ത്രിക വിദ്യ അഭ്യസിക്കണം എന്നുള്ള വിചാരത്തിലാണ് ഞാൻ ഗ്രാമത്തിലേക്ക് വന്നത്. ഭദ്രൻ നമ്പൂതിരിയുടെ കണ്ണുകളൊന്ന് കുറുകി. അദ്ദേഹം മനസ്സിൽ പല കണക്കുകളും കൂട്ടിക്കിഴിച്ചു. തന്നിൽ നിന്നും ഒരുത്തനും മാന്ത്രിക വിദ്യ അഭ്യസിക്കാൻ പോകുന്നില്ല, ഒരുത്തനെയും താൻ പഠിപ്പിക്കത്തില്ല. പക്ഷേ ഇപ്പോൾ ഇവനെ പറ്റില്ലെന്ന് പറഞ്ഞ് തിരിച്ചയച്ചുകൂടാ. ആശുപത്രിയിൽ നിന്നും പുറത്തിറങ്ങുന്നതുവരെ തനിക്ക് ഇവനെ ആവശ്യമുണ്ട്. 2 ആഴ്ചയെങ്കിലും കഴിയാതെ തനിക്ക് പോകാനാവില്ലെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. ഭദ്രൻ നമ്പൂതിരി കഴിയുന്നത്ര സന്തോഷം മുഖത്ത് പ്രകടിപ്പിക്കാൻ ഒരു ശ്രമം നടത്തി. എന്നിട്ടറിയിച്ചു, പറ്റിയ ഒരു ശിഷ്യനെ വേണമെന്ന് ഞാനും ചിന്തിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി പ്രവീണെ. ഓരോന്നിനും അതിൻ്റേതായ സമയമുണ്ടെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. ഇപ്പോൾ ഒരു നിയോഗം പോലെ നീ എത്തിച്ചേർന്നിരിക്കുന്നു. തീർച്ചയായും എൻ്റെ പിൻഗാമിയാകുവാൻ നിന്നേക്കാൾ അനുയോജ്യനായ മറ്റൊരാളില്ല. പ്രവീൺ രാജിനുണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ഇത്ര വേഗത്തിൽ ഇദ്ദേഹത്തിൽ നിന്നും അനുകൂലമായ ഒരു മറുപടി ഉണ്ടാകുമെന്ന് കരുതിയതേയില്ല. ഭർത്താവിൻ്റെ സ്വഭാവം ശരിക്കറിയാവുന്ന താത്രിക്കുട്ടി മാത്രം ഒന്നും മനസ്സിലാക്കാത്ത ഭാവത്തിൽ അദ്ദേഹത്തെ നോക്കി. ഭദ്രൻ നമ്പൂതിരി അത് കണ്ടില്ലെന്ന് നടിച്ചു കളഞ്ഞു. താൻ ആശുപത്രിയിൽ നിന്നും ഇറങ്ങുന്നതുവരെ നിലവറയിൽ വിളക്ക് വയ്ക്കാൻ ഒരാൾ വേണം. അതിനുവേണ്ടിയാണ് നമ്പൂതിരി പ്രവീൺ രാജിനോട് ഇങ്ങനെ അടുപ്പം ഭാവിച്ചത്. അപ്പോഴൊന്നും തൻ്റെ ഉള്ളിലിരിപ്പ് അദ്ദേഹം പുറത്തു കാട്ടിയുമില്ല. ഉച്ചയ്ക്ക് ശേഷം വെറുതെ ഓരോന്ന് സംസാരിച്ചിരുന്ന കൂട്ടത്തിൽ ഭദ്രൻ നമ്പൂതിരി പറഞ്ഞു, അപ്പോഴേ പ്രവീണേ, നീയാണ് എൻ്റെ പിൻഗാമി എന്ന കാര്യം ഉറപ്പിച്ചുകൊണ്ട് തന്നെ നിന്നെ ഒരു ജോലി ഏൽപ്പിച്ചാലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. വളരെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ട ജോലിയാണിത്. ഇതിൽ നിന്ന് തന്നെ നീ മാന്ത്രിക വൃത്തിയിൽ എത്രമാത്രം ഉന്നതനാകും എന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയും. പ്രവീൺ രാജിൻ്റെ കണ്ണുകൾ വിടർന്നു. മുഖത്ത് സന്തോഷം അലതല്ലി. അങ്ങ് ഏൽപ്പിക്കുന്ന ഏത് ജോലിയും വളരെ ശ്രദ്ധയോടെ ഞാൻ ചെയ്യും. അക്കാര്യത്തിൽ എനിക്ക് സന്തോഷമേയുള്ളൂ. അപ്പോഴും താത്രിക്കുട്ടിക്ക് ഒന്നും മനസ്സിലായില്ല. ഭദ്രൻ നമ്പൂതിരി അവളെ നോക്കി കണ്ണിറക്കി. പിന്നെ പ്രവീണിനോട് പറഞ്ഞു, ഇന്ന് വൈകിട്ട് മുതൽ ഞാൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുന്നതുവരെ ഇല്ലത്തെ നിലവറയിൽ പരദൈവങ്ങൾക്ക് മുന്നിൽ വിളക്ക് വയ്ക്കുന്ന ജോലി നിന്നെ ഏൽപ്പിക്കുകയാണ് ഞാൻ. രാവിലെയും വൈകുന്നേരവും കുളിച്ച് ശുദ്ധിയോടെ വന്ന് ഈ കൃത്യം ചെയ്യാവൂ. ശുദ്ധിയാണ് പ്രധാനം. പുരുഷന്മാർക്ക് മാത്രമേ ആ നിലവറയ്ക്കുള്ളിൽ പ്രവേശനമുള്ളൂ. അതുകൊണ്ടാണ് നിന്നെ തന്നെ ഞാൻ ഈ ജോലി ഏൽപ്പിക്കുന്നത്. അവൻ കേട്ടുനിന്നു. ഭദ്രൻ നമ്പൂതിരി തുടർന്നു, മറ്റു ചില കാര്യങ്ങൾ കൂടി നീ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിലവറയിലുള്ള അന്യവസ്തുക്കളിലൊന്നും നീ സ്പർശിക്കുക പോലും അരുത്. ഇല്ല, അങ്ങ് പറയുന്നതിനപ്പുറം എനിക്കൊരു കാര്യമില്ല. ഭദ്രൻ നമ്പൂതിരി തലകുലുക്കി. ഇല്ല വളപ്പിൽ തന്നെ തെക്കു കിഴക്ക് ഭാഗത്ത് ഒരു ചെറിയ കെട്ടിടമുണ്ട്. നിനക്കവിടെ കഴിയാം. ഇനിയിപ്പോൾ നീ ഇങ്ങോട്ട് വന്നില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. രാവിലെയും വൈകിട്ടും വിളക്ക് വെച്ചാൽ മതിയെങ്കിൽ ബാക്കി സമയങ്ങളിൽ എനിക്കിവിടെ വന്നിരിക്കാമല്ലോ. ഒക്കെ നിൻ്റെ ഇഷ്ടം. നമ്പൂതിരി തിരിഞ്ഞ് ഭാര്യയെ നോക്കി. പ്രവീണിന് നിലവറ കാട്ടിക്കൊടുക്കണം. അവൾ തലകുലുക്കി. 4 മണി കഴിഞ്ഞപ്പോൾ നമ്പൂതിരിയുടെ കാറിൽ തന്നെ ഇല്ലത്തേക്ക് അവർ യാത്രയായി. പ്രവീൺ രാജ് മുൻസീറ്റിലും താത്രിക്കുട്ടി പിന്നിലും. യാത്രക്കിടയിൽ ആരും ഒന്നും സംസാരിച്ചില്ല. പലവിധ ചിന്തകളോടെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് പ്രവീൺ രാജ്. മുഖം ഗൗരവപൂർണ്ണമായിരുന്നു. ഗ്രാമപാതയിലൂടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു കാർ. റോഡിനരുവശത്തും സ്വർണ്ണ നിറം പൂണ്ട നെൽപ്പാടങ്ങൾ. കൊയ്ത്തു തുടങ്ങാൻ പാകത്തിൽ വിളഞ്ഞു നിൽക്കുകയാണ് നെന്മണികൾ. ഇരണ്ടയും കൊക്കുകളുമൊക്കെ പാടത്തിൻ്റെ വരമ്പിലിരിക്കുന്നു. കാർ ഗ്രാമത്തിലെത്തി. റോഡരികിലുണ്ടായിരുന്നവർ കാറിന് നേരെ തുറച്ചു നോക്കി. ഇന്നുവരെ ഒറ്റയാൾ പോലും ഭദ്രൻ നമ്പൂതിരിയുടെ വിശേഷം തിരക്കുകയോ അദ്ദേഹത്തെ കാണാൻ ആശുപത്രിയിൽ എത്തുകയോ ചെയ്തിട്ടില്ലെന്ന് പ്രവീൺ രാജ് ഓർത്തു. അത്രമാത്രം നാട്ടുകാരുടെ വിരോധപാത്രമാണോ നമ്പൂതിരി? ആയിരിക്കണമല്ലോ. കാർ ഇല്ലത്തിൻ്റെ ഗേറ്റ് കടന്നു. ആദ്യം ഇറങ്ങിയത് താത്രിക്കുട്ടിയാണ്. തൊട്ടു പിന്നാലെ ബാഗുമായി അവനും. ഇവിടെ നിൽക്കുക, ഞാനിപ്പോൾ താക്കോലുമായി വരാം. താത്രിക്കുട്ടി അകത്തേക്ക് പോയി. വളരെ വേഗത്തിൽ താക്കോലുമായി മടങ്ങിയെത്തുകയും ചെയ്തു. അത് അവൻ്റെ കൈവളയിലേക്ക് വച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ആ കാണുന്നതാണ് കെട്ടിടം. അവിടെ ബാഗ് വയ്ക്കാം. കുളിച്ച് ശുദ്ധിയായിട്ട് ഇങ്ങോട്ട് പോരാം. തെക്ക് കിഴക്ക് ഭാഗത്തെ കെട്ടിടത്തിന് നേരെ അവൾ കൈ ചൂണ്ടി. ശരി. താത്രിക്കുട്ടി ഡ്രൈവറെ നോക്കി. അത്രയിടം വരെ താൻ കൂടി ചെന്നോളൂ. ഒന്നും മിണ്ടാതെ ഡ്രൈവർ പ്രവീണിനെ അനുധാവനം ചെയ്തു. ഒരു നിമിഷം നോക്കി നിന്നിട്ട് താത്രിക്കുട്ടി ഇല്ലത്തിനുള്ളിൽ കടന്നു. ഇനിയൊന്ന് കുളിക്കണം. പ്രവീൺ രാജു ഡ്രൈവറും ആ കെട്ടിടത്തിനരികിലെത്തി. ഒരു പഴയ കെട്ടിടം. 4-5 മുറികളുണ്ടെന്ന് തോന്നി. മുറ്റത്ത് പുല്ല് കിളിർത്ത് നിൽക്കുന്നു. ചുവരിനോട് ചേർന്ന് തറ പൊട്ടിപ്പിളർന്നിട്ടുണ്ട്. ഉത്തരത്തിലും മറ്റും മാറാല. ഇത് ആകെയൊന്ന് അടിച്ചുവാരിയേ പറ്റൂ എന്ന് പ്രവീണിന് തോന്നി. അവൻ താഴിൽ പിടിച്ചു. താക്കോൽ ഉപയോഗിച്ചെങ്കിലും തുറക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. വാതിൽപ്പാളി അകത്തേക്ക് തള്ളി. പഴമയുടെ ഗന്ധം. മുറിക്കുള്ളിൽ എലികളും വാവലുകളും ബഹളം കൂട്ടി. വാവലുകൾ തലയ്ക്ക് മുകളിലൂടെ പുറത്തേക്ക് പാഞ്ഞു. ചീ! പ്രവീൺ രാജ് പിന്നോട്ട് മാറി. മുറി വൃത്തിയാക്കാതെ പറ്റില്ല. അവൻ തിരിഞ്ഞ് ഡ്രൈവറെ നോക്കി. ഒരു ചൂല് കിട്ടുമോ? തുറച്ചു നോക്കി നിന്നതല്ലാതെ ഡ്രൈവർ ഒന്നും പറഞ്ഞില്ല. അവൻ ചോദ്യം ആവർത്തിച്ചപ്പോൾ ഡ്രൈവർ വായി തുറന്നു. പ്രവീൺ രാജ് കിടുങ്ങിപ്പോയി. ഡ്രൈവർക്ക് നാക്കില്ലായിരുന്നു. ഒന്ന് ചലിക്കാനോ ഒരു വാക്ക് ഉരിയാടാനോ കഴിയാതെ കർത്തവ്യം മൂടനായി ധരിച്ചു നിന്നു പോയി പ്രവീൺ രാജ്. ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത കാഴ്ചയായിരുന്നു മുന്നിൽ. ഡ്രൈവർ അപ്പോഴും വായ തുറന്ന് പിടിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. താൻ സംസാരിക്കാത്തതിൻ്റെ കാര്യം മനസ്സിലായോ എന്ന ഭാവത്തിൽ അയാൾ തൻ്റെ വായിലേക്ക് കൈ ചൂണ്ടിക്കാണിച്ചു. പ്രവീൺ രാജ് പതിയെ തലയണക്കി. പിന്നെ തിരക്കി. മറുപടി കിട്ടില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ. എന്താ ഉണ്ടായത്? തനിക്ക് ചെറുപ്പം മുതലേ നാവ് ഉണ്ടായിരുന്നില്ലേ?
പൊടുന്നനെ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. നാവ് മുറിച്ചു മാറ്റിയതായിരുന്നെങ്കിൽ അത് കണ്ടാൽ മനസ്സിലാക്കാം. പക്ഷേ ഇയാൾക്ക് ജന്മനാ നാവില്ലായിരുന്നു എന്നേ തോന്നുമായിരുന്നുള്ളൂ. ഇനി പ്രവീൺ എന്തെങ്കിലും കൂടി ചോദിക്കുമെന്ന് കരുതിയിട്ടാവാം അയാൾ ധൃതിയിൽ അവിടെ നിന്നും പിൻവാങ്ങി. പുറം കൈകൊണ്ട് അയാൾ കണ്ണു തുറയ്ക്കുന്നതും പ്രവീൺ കണ്ടു. പ്രവീൺ തൻ്റെ ചെറിയ ബാഗ് പുറത്തു തന്നെ വെച്ചു. ഈ മുറിക്കുള്ളിൽ കിടക്കണമെങ്കിൽ എല്ലാം ഒന്ന് അടിച്ചു വാരിയേ പറ്റൂ. ഇല്ലത്തുനിന്ന് അതിനായി ഒരു ചൂല് വാങ്ങണം. അവൻ അങ്ങോട്ട് നടന്നു. ഈ അവസരത്തിൽ അകത്തളത്തിലെ ആട്ടുകട്ടിലിൽ പരിപൂർണ്ണ നഗ്നയായിരുന്ന ശരീരം മുഴുവൻ എണ്ണയും മഞ്ഞളും കൂടി തിളപ്പിച്ചെടുത്ത് തേച്ച് പുരട്ടുകയായിരുന്നു താത്രിക്കുട്ടി. ഭദ്രൻ നമ്പൂതിരി ആശുപത്രിയിലായതിനു ശേഷം ആദ്യമായി അവളൊന്ന് തേച്ചു കുളിക്കുവാൻ ഭാവിക്കുകയാണ്. തറവാടിനുള്ളിൽ അനുവാദമില്ലാതെ ആരും കടന്നു വരില്ലെന്ന് താത്രിക്കുട്ടിക്ക് അറിയാമായിരുന്നു. അതുമാത്രവുമല്ല, ഈ ആട്ടുകട്ടിലിൽ ഇങ്ങനെ ഇരുന്നു കൊണ്ടേ ശരീരത്തിൽ എണ്ണ പുരട്ടാവൂ എന്നാണ് ഭദ്രൻ നമ്പൂതിരി നിഷ്കർഷിച്ചിട്ടുള്ളത്. ചില നേരത്തെ ഇത് നോക്കിക്കൊണ്ട് ഒരു എളിഭ്യ ചിരിയോടെ നമ്പൂതിരി മുന്നിൽ തന്നെ ഉണ്ടാവും താനും. ചിലപ്പോൾ അദ്ദേഹമാവും എണ്ണ തേച്ചു കൊടുക്കുക. ഒരു സുരതത്തിന് തുല്യമായ ആനന്ദമായിരിക്കും അപ്പോൾ അവൾക്ക് കിട്ടുക. ചിലപ്പോൾ സ്വന്തം ശരീരത്തും എണ്ണ തേച്ചിട്ട് നമ്പൂതിരിയും ആട്ടുകെട്ടിൽ അവൾക്ക് മേലേക്ക് മറിയാറുണ്ട്. രണ്ട് ശരീരങ്ങളും തെഞ്ഞു മാറും. പിടിച്ചാൽ പിടികിട്ടാത്ത അവസ്ഥ. അതൊരു പ്രത്യേക രസമാണ്. താത്രിക്കുട്ടി ശരീരം മുഴുവൻ എണ്ണയും മഞ്ഞളും തേച്ചു പിടിപ്പിച്ച് കഴിഞ്ഞു. സ്വയമാണ് ആ കൃത്യം നിർവഹിച്ചതെങ്കിലും അവൾക്ക് ഉൾക്കുളിര് തോന്നി. ശരീരത്തിലെ ഓരോ അണുവും ത്രസിച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ തിരുമേനി അടുത്തുണ്ടായിരുന്നെങ്കിൽ. അവളുടെ കൊഴുത്തുരുണ്ട ഭുജങ്ങൾ ഒന്ന് ഞെരിഞ്ഞമരാൻ വേണ്ടി കൊതിച്ചു. അവൾ അവയിലേക്ക് കള്ളച്ചിരിയോടെ ഒളിക്കണ്ണിട്ട് നോക്കി. എന്താ കിട്ടാത്തെ? പിന്നെ അവൾ മാറിടങ്ങൾ കുലുക്കി ചിരിച്ചു. ആട്ടുകട്ടിലിൽ കമിഴ്ന്നു കിടന്നു. പിന്നെ കിടന്നുരുണ്ടു. അപ്പോൾ അവളെ കണ്ടാൽ ഒരു സ്വർണ്ണ മത്സ്യമാണെന്ന് തോന്നുമായിരുന്നുള്ളൂ. അവൾ കീഴ്ചുണ്ട് കടിച്ചമർത്തി. അങ്ങനെ കിടക്കാൻ തന്നെ ഒരു രസം. ഈ നേരത്താണ് മുറ്റത്ത് പ്രവീൺ രാജ് എത്തിയത്. അകത്തേക്കുള്ള വാതിൽ ചാരിയിട്ടേ ഉള്ളുവെന്ന് അവൻ കണ്ടു. മുറ്റത്ത് നിന്നുകൊണ്ട് ഒന്ന് മുരടനക്കി നോക്കി. അകത്ത് സ്വയം മറന്ന് കിടന്നിരുന്ന താത്രിക്കുട്ടി അത് കേട്ടില്ല. തമ്പുരാട്ടി, അവൻ ഇത്തിരി കൂടി ഉച്ചത്തിൽ വിളിച്ചു. അതും അവൾ കേട്ടില്ല. അവളുടെ മനസ്സിൽ അപ്പോൾ മറ്റൊരു രംഗമായിരുന്നു. വീട്ടിൽ ആരുമില്ലാത്ത ഒരു ദിവസം താൻ 10ാം ക്ലാസ് പരീക്ഷ എഴുതി കഴിഞ്ഞിരുന്നു. ഇതുപോലെ കട്ടിലിൽ കിടക്കുകയായിരുന്നു കമിഴ്ന്ന്. ഇങ്ങനെ കിടക്കുന്നതാണ് തനിക്ക് എന്നും ഇഷ്ടം. അതിന് അമ്മ തന്നെ വഴക്കും പറയാറുണ്ട്. മാത്രവുമല്ല, പ്രായത്തിൽ കവിഞ്ഞ ശരീര വളർച്ചയുള്ളവളുമായിരുന്നു താൻ. 10ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴും കഴിവതും മുട്ടിന് മുകളിൽ നിൽക്കുന്ന പാവാട ധരിക്കുന്നതായിരുന്നു ഇഷ്ടം. വഴിയിൽ വെച്ച് വൃദ്ധന്മാർ വരെ ആർത്തിയോടെ തൻ്റെ കാലിലേക്ക് നോക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒരിക്കൽ അടുത്ത വീട്ടിൽ പാല് വാങ്ങാൻ ചെന്നപ്പോൾ അവിടുത്തെ 60 വയസ്സ് കഴിഞ്ഞ താൻ മുത്തച്ഛ എന്ന് വിളിക്കുന്ന മനുഷ്യൻ പോലും പറഞ്ഞുപോയി, ഇങ്ങനെ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കല്ലേ കൊച്ചേ, പ്രായം മറന്ന് ഞാൻ എന്തെങ്കിലും ചെയ്തു പോകും. അയ്യടാ, ഇമിണി പുളിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മുഖം ചുളിച്ചു കാട്ടിയിട്ട് താൻ ഓടിപ്പോന്നു. കാലിലും കയ്യിലും നല്ല കറുത്ത രോമങ്ങൾ ധാരാളം ഉള്ളതിനാൽ അതിനും ഒത്തിരി കമൻറ്റുകൾ കേട്ടിട്ടുണ്ട്. അശ്ലീലം നിറഞ്ഞ കമൻറ്റുകൾ ഒക്കെ കേൾക്കുമ്പോൾ മനസ്സ് നിറയെ സന്തോഷം തോന്നുമായിരുന്നു. പിന്നീട് ചിലപ്പോൾ ഓർക്കും, താനെന്താ ഇങ്ങനെയെന്ന്. മറ്റു പെൺകുട്ടികളിലൊന്നും കാണാത്ത ഒരു തരം ആവേശക്കൂടുതൽ. അതാണല്ലോ അന്ന് വീട്ടിൽ ആരുമില്ലാത്തപ്പോൾ സംഭവിച്ചത്. തലയിണയിൽ ഒരു വാരിക മലർത്തിപ്പിടിച്ചിട്ട് കമിഴ്ന്നു കിടന്ന് വായിക്കുകയായിരുന്നു താൻ. മുട്ടിന് മുകളിലെത്തുന്ന പാവാടയും ഷർട്ടും വേഷം. കാൽപാദങ്ങൾ മുകളിലേക്ക് ഉയർത്തി പരസ്പരം കൂട്ടിയിടിക്കുന്നുമുണ്ട്. പാദസരങ്ങളുടെ കിലുക്കം കേൾക്കാൻ. വാതിൽ തുറന്ന് കിടക്കുന്നോ അടഞ്ഞു കിടക്കുന്നോ എന്നൊന്നും ശ്രദ്ധിച്ചതേയില്ല. തുടകളിലൂടെ മുകളിലേക്ക് എന്തോ അരിച്ചരിച്ച് കയറിയപ്പോഴാണ് ഞെട്ടിത്തിരിഞ്ഞത്. രതീഷേട്ടൻ, തൻ്റെ മുറച്ചെറുക്കൻ, പട്ടണത്തിലെ കോളേജിൽ പഠിക്കുന്നവൻ. താത്രി, അവൻ്റെ ശബ്ദം വിറച്ചിരുന്നു. എത്ര നേരമാ ഞാനിത് കണ്ടുകൊണ്ട് നിൽക്കുന്നത്? നീ ബഹളം വയ്ക്കരുത് പ്ലീസ്. താൻ ബഹളം വെച്ചില്ല. അത് രതീഷേട്ടന് കൂടുതൽ ധൈര്യമായി. അന്ന് എന്തൊക്കെയോ അച്ചക്കം കാട്ടിക്കൂട്ടിയത്. ഒന്നും പൂർണ്ണതയിലെത്തിയില്ലെങ്കിലും ഒക്കെ പുത്തൻ അനുഭവങ്ങളായിരുന്നു. പിന്നെയും പിന്നെയും ആ അനുഭവങ്ങളിലേക്ക് തിരിച്ചു പോകണമെന്നുള്ള ആഗ്രഹം പലപ്പോഴും ആവർത്തിക്കുകയും ചെയ്തു, ഭദ്രൻ നമ്പൂതിരി തന്നെ കാണുന്നതുവരെ. അവസാന സംഗമത്തിലും രതീഷേട്ടൻ പറഞ്ഞത് ഇന്നും കാതുകളിലുണ്ട്. ഒരിക്കലും മറക്കില്ല ഞാൻ. ആർക്കും നിന്നെ മറക്കാൻ കഴിയില്ലടി. ആ ഏബ്യൻ നമ്പൂതിരിക്ക് മടുത്താലും എനിക്ക് നിന്നെ മടുക്കില്ല. കാത്തിരിക്കും, കാതോർത്തിരിക്കും ഞാൻ. താത്രിക്കുട്ടി ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. രതീഷേട്ടൻ്റെ ഭാര്യയായി ഈ ജീവിതം ആസ്വദിക്കണമെന്ന് കരുതിയിരുന്നവളാണ് താൻ. അപ്പോഴാണ് അമ്മയിൽ കൂടിയിരുന്ന ഗന്ധർവ ബാധയകറ്റുവാൻ ഭദ്രൻ നമ്പൂതിരി തറവാട്ടിലെത്തിയത്. ആ കണ്ണുകൾ തന്നിൽ പതിച്ചതോടെ എല്ലാം കഴിഞ്ഞു. അമ്മയുടെ ബാധയെ അകറ്റിയതിൻ്റെ പ്രതിഫലമായി അദ്ദേഹം ചോദിച്ചത് തന്നെയാണ്. ഞെട്ടിപ്പോയി. അച്ഛനമ്മമാർ എതിർക്കുമെന്ന് കരുതിയെങ്കിലും അങ്ങനെയും ഉണ്ടായില്ല. എതിർത്താൽ നമ്പൂതിരി തങ്ങളുടെ കുളം തോണ്ടുമെന്ന് അവർക്കറിയാമായിരുന്നു. അങ്ങനെ താൻ വൃദ്ധ നമ്പൂതിരിയുടെ വേളിയായി. ഇപ്പോൾ 5 വർഷം. തനിക്ക് പക്ഷേ ഒരു കുഞ്ഞിനെ സമ്മാനിക്കാൻ അദ്ദേഹത്തിനായില്ല. പ്രായം ഇത്രയായെങ്കിലും ഇന്നും ഒരു സ്ത്രീയെ സംതൃപ്തിപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിയുന്നു. അതും തന്നെ പോലെ ആഗ്രഹം കൂടുതലുള്ള ഒരുവളെ. താത്രിക്കുട്ടി ആട്ടുകട്ടിലിൽ കിടന്നാടി. ഇപ്പോൾ ഈ രൂപത്തിൽ രതീഷേട്ടൻ തന്നെ ഒന്ന് കണ്ടിരുന്നെങ്കിലോ? ഈശ്വരാ, ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. കള്ളൻ എന്തൊക്കെ കാട്ടിക്കൂട്ടും. അവൾ അതൊന്ന് സങ്കല്പിച്ചു. രതീഷേട്ടനല്ല, മറ്റ് ഏതൊരു പുരുഷൻ ഈ രൂപത്തിൽ തന്നെ കണ്ടാലും സംഭവിക്കുക ഒന്നു തന്നെയായിരിക്കും.
അവൾ ആട്ടുകട്ടിലിൽ എണീറ്റിരുന്നു. സ്വന്തം ശരീരം ആദ്യം കാണും പോലെ നോക്കിക്കണ്ടു. ആ നേരത്താണ് പ്രവീൺ രാജ് ഉമ്മറത്തേക്ക് കയറിയതും. പുറത്തുനിന്ന് വിളിച്ചിട്ട് ആരെയും കാണാഞ്ഞപ്പോൾ അവൻ ഉമ്മറത്ത് കയറി പതിയെ വാതിലിൽ തള്ളിക്കൊണ്ടാണ് വിളിച്ചത്. തമ്പുരാട്ടി. ഏ? ഒരു നിമിഷം തരിച്ചിരുന്നു പോയി താത്രിക്കുട്ടി. വാതിൽക്കൽ അവൾ പ്രവീൺ രാജിൻ്റെ മുഖം കണ്ടു. അകത്തെ അപ്രതീക്ഷിതമായ കാഴ്ചയിൽ അങ്ങനെ തന്നെ നോക്കി നിന്ന് പോയി പ്രവീൺ രാജും. താത്രിക്കുട്ടി ധൃതിയിൽ ചാടി എണീറ്റു. കുജങ്ങളൊന്നിളകി കയ്യെത്തി അവൾ ഒരു മുണ്ട് വലിച്ച് സ്വന്തം ശരീരത്തിൻ്റെ മുൻഭാഗം മറച്ചു. അപ്പോഴേക്കും വാതിൽ വലിച്ചടിച്ച് പ്രവീൺ രാജും പിന്തിരിഞ്ഞു. താൻ എന്തിനാണ് വന്നതെന്ന് പോലും അവൻ മറന്നുപോയിരുന്നു. എന്താണ് താൻ കണ്ടത്? അവന് സങ്കല്പിക്കാൻ പോലുമായില്ല. ഏതെങ്കിലും ഒരു ദൈവം മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് വരം എന്തു വേണമെന്ന് ചോദിച്ചാൽ പോലും അവൻ ഇത്രയും സന്തോഷിക്കുമായിരുന്നില്ല. ഭദ്രൻ നമ്പൂതിരിയോട് അവനിപ്പോൾ അസൂയ തോന്നി. താൻ കണ്ട രംഗം ഒന്നുകൂടി ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്നാണ് അവനപ്പോൾ ആഗ്രഹിച്ചത്. ഏയ്! പിന്നിൽ താത്രിക്കുട്ടിയുടെ ശബ്ദം. അവൻ സന്തോഷത്തോടെ തിരിഞ്ഞു. പകുതി തുറന്ന വാതിലിന് പിന്നിൽ താത്രിക്കുട്ടിയുടെ ജ്വലിക്കുന്ന മുഖം. അവനൊന്ന് പരുങ്ങി. തനിക്കെന്താ വേണ്ടത്? ശബ്ദത്തിലെ കാർക്കശ്യഭാവം അവനെ ഞെട്ടിച്ചു. എനിക്ക് ഒരു ചൂല്. അടുക്കള ഭാഗത്ത് ചെല്ല്, അവിടെ വാലിക്കാരിയുണ്ട്. യാന്ത്രികമായി അവൻ അങ്ങോട്ട് നീങ്ങി. താത്രിക്കുട്ടി വാതിൽ ചാരിയിട്ട് അതിൽ ചാരി നിന്ന് കിതച്ചു. ഛേ, മോശമായിപ്പോയി. ഇനി എങ്ങനെ അവൻ്റെ മുഖത്ത് നോക്കും? പക്ഷേ മറ്റൊന്നുകൂടി അവൾ ഓർത്തു. ആ നേരം അവൻ വന്നു തന്നെ കടന്നു പിടിച്ചിരുന്നെങ്കിൽ. അറിയാതെ വഴങ്ങിപ്പോയനെ താൻ. അവൾ തൻ്റെ മേനിയിലേക്ക് നോക്കി. മുണ്ട് പുതച്ചിട്ടും എല്ലാം പുറത്തു കാണാമെന്ന് തോന്നി. ധൃതിയിൽ അവൾ കുളിമുറിയിലേക്ക് നടന്നു. പിന്നീട് താത്രിക്കുട്ടിയും പ്രവീൺ രാജും കാണുന്നത് സന്ധ്യയ്ക്ക് തൊട്ടു മുമ്പാണ്. അപ്പോഴും താത്രിക്കുട്ടി ഗൗരവം കൈവിട്ടില്ല. അങ്ങനെ വന്നാൽ താൻ അവൻ്റെ മുമ്പിൽ പതറിപ്പോകുമെന്ന് അവൾ ഭയന്നു. വരിക പറഞ്ഞിട്ട് അവൾ നിലവറ കാട്ടിക്കൊടുക്കാനായി മുന്നിൽ നടന്നു. നേരത്തെ കണ്ട രൂപം തന്നെയാണ് അവളിൽ അപ്പോഴും അവൻ കണ്ടത്. ആ നിതംബ ചലനം നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്ന അവൻ മുമ്പിലെ വാതിൽപ്പടി കണ്ടില്ല. അതിൽ തട്ടി ഒരു നിലവിളിയോടെ അവൻ മുന്നോട്ട് തെറിച്ചുപോയി. താത്രിക്കുട്ടി തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും അവൻ അവളുടെ മേൽ ചെന്ന് വീണിരുന്നു. ഇരുവരും ഒന്നിച്ച് തറയിൽ വീണു. അവൾ അടിയിലും അവൻ മുകളിലും. കാച്ചെണ്ണയുടെ ഉന്മത്ത ഗന്ധം അവൻ്റെ നാസാദ്വാരത്തിലേക്ക് അടിച്ചു കയറി. ഇരുവരും അല്പനേരം സ്വയം മറന്നുപോയി. അവളുടെ മാറിടത്തിൻ്റെ മുഴുപ്പ് അവൻ തൻ്റെ നെഞ്ചുകൊണ്ടറിഞ്ഞു. അറിയാതെ അവൻ്റെ വിരലുകൾ അവളിലേക്ക് ഇഴഞ്ഞു ചെന്നുപോയി. താത്രിക്കുട്ടി അനങ്ങിയില്ല. കഥ തുടരും.